സംഭവം എന്താ വെച്ചാ അമ്മ ഇടിച്ചിട്ട് അപ്പൊ ഉണ്ണിയേശ് കിടക്കോടെ കിടക്കാം. പൂപ്പേന്ന് വിളിക്കല് പൂപ്പ തെറിയ കഴിവേറി മോനെ. അമ്മ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് അങ്ങോട്ട് പഠിക്കണ്. പ്രേമൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ സീനാണ് നിന്റെ അമ്മയപ്പോ അനാവശ്യമായി മോട്ടിവേഷൻ ചെയ്യണം. 10ാം ക്ലാസ്സിൽ പിന്നെ എക്സാം എഴുതല്ല. ഹായ് ഗായ്സ്, ഇന്ന് ഡു ഇറ്റ് പോഡ്കാസ്റ്റിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ്. അതിൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സ്കൂൾ ലൈഫിൽ തുടങ്ങി എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ടാണ് രോഹിത് ചിക്കു. പിന്നെ പോപ്പി, നന്ദഗോപാൽ എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് വിഷ്ണു സത്യമൂർത്തി. അപ്പോൾ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് ഓൾഡ് ഡേയ്സ്, നമ്മുടെ പഴയ കാലമുള്ള അല്ലെങ്കിൽ സ്കൂൾ ലൈഫിൽ നടന്നേക്കണതും അല്ലെങ്കിൽ പണ്ട് നടന്നേക്കണ കുറേ കുട്ടിക്കാലത്തുള്ള കുറേ തമാശകളും കുസൃതികളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ 4 പേർക്കും കുറേ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാനും രോഹിത് എന്ന് പറയണത് സ്കൂൾ ലൈഫിൽ ഒന്നിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു തമാശകളും ഞങ്ങൾക്ക് ഉള്ളതുണ്ട്, പിന്നെ ഇവർക്ക് 2 പേർക്കും പറയാനുള്ളതുണ്ട്. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും കുരുത്തക്കേടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതാണ് നമ്മളിന്ന് അറിയേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നല്ലതല്ല, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കുരുത്തക്കേടുകളെ കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തേക്കണ കുറെ മണ്ടത്തരങ്ങളുണ്ടോ നമ്മൾ ആ ടൈമിൽ ചെയ്തേക്കണേ, അല്ലേ രോഹിത്തെ? അതിന്റെ ഓർമ്മകളൊക്കെയാണല്ലേ കൂടുതൽ. ആദ്യം വേണമെങ്കിൽ ഞാൻ തന്നെ തുടങ്ങാം. എൻ്റെ ഒരുമിച്ച് പഠിച്ച ആൾക്കാർ ഞങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിച്ച സ്കൂൾ ഏതാണ്? ഞങ്ങള് ACS എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളാണ്. ഇല്ല, ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ACS ആയിരുന്നു. മാതൃഭൂമി എറണാകുളത്താണ് ആ സ്കൂള്. ആനന്ദ ചന്ദ്രോദയം സഭ അതായിരുന്നു ആ സ്കൂളിന്റെ ഫുൾ നെയിം. അതാണ് ACS അവിടെ ആയിരുന്നു. അപ്പൊ 8ാം ക്ലാസ്സിലാണ് ഇവൻ ജോയിൻ ചെയ്തത്. അതിന് മുമ്പ് വേറെ കേസും കൂടി. ഞാൻ ഇവിടെ ACSൽ വന്നതിന് മുമ്പുള്ള ഒരു കഥയും കൂടി പറയാം. ഞാനൊരു 5-6 സ്കൂള് മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഒന്നില്ലെങ്കിൽ കുരുത്തക്കേടായിരിക്കും, പുറത്താക്കിയിട്ടുണ്ട്, അങ്ങനെ ആയിരിക്കും. പക്ഷെ അതല്ല ആക്ച്വലി നടന്നേച്ചത്. ഞാൻ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് സെൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്നത് LKG UKG എന്നൊക്കെ പറയുന്നത് സെൻറ്റ് മാർട്ടിൽ. അപ്പോൾ അവിടെയാണ് ആക്കിയത്. സെൻറ്റ് മാർട്ടിൻ പാലടുത്തുള്ള സ്കൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ SRVയിൽ 1-2 ക്ലാസ്സിൽ ചേർത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറിയിട്ട് 3-4 സെൻറ്റ് ഹോസ്റ്റലിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാർലൂം 5-6-7 ഡാർലൂമിൽ ചേർന്നു. അത് കഴിഞ്ഞിട്ടാണ് ACSലോട് തന്നെ. അപ്പോൾ ഈ എന്തുകൊണ്ട് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്നെ പുറത്താക്കിയിട്ടുണ്ടാവോ അല്ലെങ്കിൽ അതായിരിക്കും എന്നാണല്ലോ എല്ലാവരും വിചാരിക്കണേ. പക്ഷെ സ്വാഭാവികം അതല്ല, കാര്യം അതല്ല. അതെന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊരു തോന്നലാണ്. അച്ഛൻ ഓരോ സ്കൂളിൽ ചേരുമ്പോൾ മാർക്ക് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്ക് ഇവൻ ഈ സ്കൂളിൽ പഠിക്കണോണ്ട് വേറെ സ്കൂളിലായി കഴിഞ്ഞാൽ ഇവന് മാർക്ക് കൂടുമെന്നുള്ളത്. പക്ഷെ ആക്ച്വലി അച്ഛൻ മനസ്സിലാക്കാൻ സ്കൂളിൻ്റെ പ്രശ്നമല്ല എൻ്റെ പ്രശ്നമെന്നുള്ളത് അച്ഛൻ മനസ്സിലാക്കാൻ വൈകിയായിരുന്നു. അങ്ങനെയാണ് ലാസ്റ്റ് പിന്നെ ACSലോട്ട് എത്തുന്നത്. അങ്ങനെയാണ് ഞാൻ 8ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് 8, 9, 10 ഞാൻ അങ്ങനെ രോഹിത് അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആവണത്. അങ്ങനെ കുറച്ച് പേരായിട്ടാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇവൻ എൻ്റെ ഞങ്ങൾ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിലൊക്കെ ഒന്നിച്ച് ഇടക്ക് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഇവനായിട്ട് കമ്പനി ഉള്ളതുകൊണ്ട് ഇവന്റെ അടുത്ത് പോയിട്ട് ഓൾറെഡി സ്കൂളിൽ വന്നതിന് മുമ്പ് അറിയാം. ഞങ്ങൾ താമസിക്കണ ഏകദേശം ഒരേ പരിസരത്താണ്, കലൂർ ഭാഗത്താണ്. തൊട്ടപ്പുറം കണ്ട് പരിചയം റോട്ടിൽ കൂടി നീ അല്ലേ എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അമ്പലങ്ങളിൽ പോകുമ്പോ കാണാം. അന്നൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ മനസ്സിലായി. പിന്നെ വഴി കൂടി കളിക്കാൻ പോണു. പിന്നെ ഗ്രൗണ്ടിലെ കോമൺ ഉണ്ടാവും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഷട്ടിൽ. അപ്പൊ കണ്ട് പരിചയമുണ്ട്. പക്ഷെ അങ്ങനെയാണ് ഇവൻ 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോ നമ്മള് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക് കുറെ പേരൊന്നും അറിയില്ല. എനിക്ക് പിന്നെ ഇത് പുത്തരി അല്ലാത്ത കാര്യമാണ്. എല്ലാ സ്കൂളും ഇങ്ങനെ മാറണുണ്ട്. അപ്പൊ ഇവൻ എനിക്ക് കണ്ടോണ്ട് രോഹിത് നീ ഇവിടെ ഇവനപ്പൊ അവിടെ സ്റ്റാർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം ക്ലാസ് തുടങ്ങി, 8ാം ക്ലാസ് അല്ല 8ാം ക്ലാസ് 1 തുടങ്ങി 7 വരെ ഇവൻ അവിടുത്തെ ക്ലാസ്സിലെ ഫസ്റ്റാ. ക്ലാസ്സിലെ ഫസ്റ്റ് നല്ല കൊച്ചി. തള്ളൊന്നല്ല കേട്ടോ, ആരടുത്ത് ചോദിച്ചാലും അറിയാൻ പറ്റും രോഹിത് ആയിരുന്നു. രോഹിത്തും വേറൊരു കൊച്ചും കൂടിയാണ് മത്സരം. അപ്പൊ എന്താ ആക്ച്വലി എന്ന് പറയണത്, ഞാൻ ഇവന്റെ ഒപ്പം ജോയിൻ ചെയ്ത് 8ാം ക്ലാസ് തുടങ്ങി ഇവന്റെ ഒപ്പം കൂടി. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് വീട്ടിലോട്ട് വരുന്നത് കാര്യങ്ങളും. ഇവനാണെങ്കിൽ കറക്റ്റ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വീട് എന്നുള്ള ഇതിലൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ വേറെ എടുത്തൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ. അപ്പൊ അങ്ങനെ വരാത്ത നേരത്ത് ഇവൻ എൻ്റെ ഒപ്പം വന്ന് 8ാം ക്ലാസ് തുടങ്ങി. ഇവൻ ഞങ്ങൾ കുറച്ച് ഗ്യാങ്ങൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് 8ാം ക്ലാസ് തുടങ്ങി ഇവൻ പഠിത്തത്തിൽ ഉഴപ്പാൻ തുടങ്ങി.
പുതിയ കൂട്ടുകെട്ടിലേക്ക് വന്നല്ലോ. നമ്മളീ പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളെ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരൊക്കെ. ബ്രോ അപ്പൊ ആ സ്കൂളിൽ ചെന്നപ്പോ മാർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു? ഒരു വ്യത്യാസമില്ല. ഞാൻ എങ്ങനെ പോയാലും ഞാൻ ഏത് സ്കൂൾ ലൈഫിലാണെങ്കിൽ പോലും പാസ് മാർക്ക് ഞാൻ എന്തായാലും വാങ്ങിച്ചിരിക്കും. ഞാൻ എന്താണെങ്കിലും എനിക്ക് അതിനുള്ള മാത്രമേ ഞാൻ എഴുതി വെക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചാൽ പോലും എനിക്ക് സമയം വെറുതെ ആണെങ്കിലും ഇരിക്കും വെറുതെ. പക്ഷെ എന്നാലും പാസ് മാർക്കിനുള്ളത് മാത്രമേ എഴുതുള്ളൂ. എന്നാലും പൊട്ടാണ്ട് എങ്ങനെയെങ്കിലും ജയിച്ച് പോരാറുണ്ട്. അതാണ് എൻ്റെ ഒരു രീതി. പക്ഷെ ഇവൻ എന്ന് പറയുന്നത് ഇവൻ നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ് കയറിയപ്പോഴും ഇവന് മാർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള കാര്യമോ സത്യം ഇവൻ കാണാപ്പാടം പഠിക്കുന്ന ടീമൊക്കെ ആയിരുന്നു. കറക്റ്റ് നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്ന രീതി. അപ്പൊ അങ്ങനത്തെ ഐറ്റമൊക്കെ ആയിരുന്നു. ഞാനൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ഇത് എന്ത് സാധനം എന്നുള്ളത്. ട്യൂഷൻ ക്ലാസ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ 9ാം ക്ലാസ് ആയപ്പോൾ ഇതേപോലെ എന്നെ തോക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് വലിയ സംഭവമാണ്. ഇവന്റെ അമ്മ എന്ന് പറയുന്നത് സമ്മതിക്കില്ല, വലിയ സംഭവം. പിന്നെ 10ാം ക്ലാസ്സിൽ ഇവൻ എക്സാം എഴുതല്ല. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? എക്സാം എഴുതല്ല, ഫുൾ ഉഴപ്പ്. പറയൂ ആ മാറ്റത്തിനുള്ള കാരണം പറയും. ആ എക്സാം എഴുതാണ്ട് കിടന്നിട്ട് ഇതുണ്ടായി. എക്സാം കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ മറ്റേ സീനാണ്. വീട്ടിൽ തോറ്റല്ല, അവർ ന്യായം പറഞ്ഞെന്താ അറിയോ, അത് ആ പരീക്ഷയ്ക്ക് തോറ്റാലേ നമുക്ക് എക്സ്ട്രാ കെയറിങ് ടീച്ചർ തരുള്ളൂ. അപ്പൊ ശരിക്കുള്ള എക്സാമിന് മുമ്പ് ഈ പഠിക്കാത്ത പിള്ളേരെ വിളിച്ചിട്ട് മോഡൽ പോലത്തെ ക്ലാസ് എടുക്കുമല്ലോ. ഞാൻ ഈ പറഞ്ഞത് അമ്മ അങ്ങനെ ടീച്ചർ പോയി പറഞ്ഞു. ടീച്ചർ മറ്റേ സീനാണ്. എത്ര അഹങ്കാരം ഉണ്ടായിട്ടാണ് ശരിക്കുള്ള എക്സാമും കിടന്ന് ഉറങ്ങിയേക്കണത്. ഞാൻ കിടന്ന് ഉറങ്ങി. ടീച്ചർ പറഞ്ഞേ ഒരു എക്സാം നടത്തിയിട്ട് അവൻ കിടന്ന് ഉറങ്ങിയേക്കണ്. ടീച്ചർ മറ്റേ സീൻ എന്തോ പറ്റിയിട്ടുണ്ട് കാണിക്കുക സെറ്റപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞ. ടീച്ചർ കുട്ടികളുടെ മുമ്പിൽ നമ്മുടെ ഒരു മഹാനുണ്ട്, അവൻ പറയാണ് പരീക്ഷയ്ക്ക് തോറ്റ ടീച്ചർ എക്സ്ട്രാ കെയറിങ്. അല്ല ഈ കാര്യം പറഞ്ഞപ്പോ ഈ പാരന്റ്സ് മീറ്റിംഗും പണ്ട് സ്കൂൾ ലൈഫിൽ കുറെ ഇൻസിഡൻസ് നടക്കുന്ന സംഭവം. അടിപൊളി. അപ്പൊ ഈ ഹൈസ്കൂൾ ഉണ്ടെങ്കിൽ മറ്റേ സീനാണ് നിന്റെ ഞാനപ്പോ പറയാൻ പറഞ്ഞത് ഇതുപോലൊരു 10th എന്താ പഠിക്കുമ്പോൾ ഒരു പാരന്റ്സ് മീറ്റിംഗിലാണ്. അപ്പോൾ അമ്മേനോട് കൊണ്ടുവന്നേക്കണം. അപ്പോൾ അമ്മ ചില സമയത്ത് ഈ ഇംഗ്ലീഷ് വാക്കൊക്കെ ഉപയോഗിക്കും. വലിയ പിടുത്തമില്ലെങ്കിലും അപ്പോൾ പുതിയൊരാൾ അമ്മേനെ പരിചയമില്ലാത്ത ആൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ മറ്റേ പരീക്ഷയ്ക്ക് തോറ്റാറിന് പ്രത്യേക മീറ്റിംഗ് വേറെ പിള്ളേർക്കുണ്ട്. അപ്പോൾ അതിൽ ഞാനും പെട്ടേക്കണം. അപ്പോൾ അത് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൻ്റെ അടുത്താണ്. അപ്പോൾ സിസ്റ്റർമാരെ നടത്തണം. അപ്പോൾ സിസ്റ്റർ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. ബാക്കി പിള്ളേരുടെ അച്ഛനമ്മയുടെ സിസ്റ്റർമാർ പറയും ഇത് ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല പഠിച്ച് മാർക്ക് കിട്ടാൻ പറ്റില്ല, അങ്ങനെയുള്ള കട്ടി വാക്കുകളൊക്കെ പറയണം. അപ്പോൾ എൻ്റെ ഇത് വന്നപ്പോൾ അമ്മയും ഞാനും കയറിയിരിക്കാം. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറയുന്നതിന് മുന്നേ അമ്മ സിസ്റ്ററിനോട് സിസ്റ്റർ ഹാർഡ് വർക്ക് ചെയ്യണ്ടേ എന്നാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിസ്റ്റർ അത് ഞാൻ പറയണ്ടല്ലേ ആ മൂഡിലായിപ്പോ സിസ്റ്റർ. അമ്മ ഇവിടെ നിന്ന് ഇംഗ്ലീഷ് അങ്ങോട്ട് അടിക്കണം. അമ്മ അത് അറിഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യണം, അവനൊരു കൺസിസ്റ്റൻസി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സിസ്റ്റർ ശരി അതെ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് വിട്ടു. അമ്മ എന്നെ രക്ഷിച്ചു. അമ്മ അറിയാതെ എന്നെ പാരന്റ്സ് മീറ്റിംഗ് രക്ഷിച്ചാണ്. ബാക്കിയുള്ള റൂമിലൊക്കെ എനിക്ക് ഭയങ്കര വില. അമ്മ അത് ഹാർഡ് വർക്കിംഗ്, കൺസിസ്റ്റൻസി, അച്ചീവ്മെന്റ്, ദിസ് ഈസ് അവർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ സാധനമൊക്കെ എടുത്തു. അതുപോലെ തന്നെ നല്ല പയ്യന, നല്ല ബുദ്ധിയുണ്ട്, ഉപയോഗിക്കുള്ളവൻ. സിസ്റ്റർ മറ്റേ ഒരു സാധനം പഠിച്ചിരിക്കുകയായിരുന്നു എല്ലാ പാരന്റ്സിനോടും പറയാനായിട്ട്. അത് റിട്ടേൺ കിട്ടിയപ്പോഴേക്കും പുള്ളിക്കാരി ബ്ലാങ്ക് ആയി. പാരന്റ്സ് മീറ്റിംഗിൽ അങ്ങനെ ഒരു ഓർമ്മ ഇരിക്കണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ? എന്റെ പാരന്റ്സ് മീറ്റിംഗ് എല്ലാ ദിവസവും സ്കൂളിൽ വരുന്ന കാരണം മീറ്റിംഗ് എന്ന് പറയാനായിട്ട് ഒന്നും ഉണ്ടായില്ല. അവര് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി. മെമ്പേഴ്സിൽ പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി സ്കൂളിൽ വരുന്ന പറയുമ്പോൾ ഞാൻ നന്നായിട്ട് ഉഴപ്പണ ഒരു കുട്ടിയായിരുന്നു. നന്നായിട്ട് എൻ്റെ കോളേജ് ലൈഫ് എൻ്റെ +1 +2 ഞാൻ നന്നായിട്ട് ആഘോഷിച്ച് ആണ് തീർത്തത്. എനിക്ക് യൂണിഫോമൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ലോട്ടറി അടിച്ച പോലെ ST കിട്ടും. ഞാൻ അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന അമ്മ വീട്ടില വൈപ്പിനിൽ. ഞാനപ്പോൾ അവിടെ നിന്ന് രാവിലെ 2 കൊടുത്ത് തൃപ്പൂണിത്തുറ വരുന്നു. ക്ലാസ്സിൽ കയറാണ്ട് യൂണിഫോം ഉണ്ട്, എവിടെ വേണേലും കറങ്ങി കിടക്കാം. ഉച്ചക്ക് കഞ്ഞി കിട്ടുന്നു, ഉച്ചയാകുമ്പോൾ സ്കൂളിലോട് വരുന്നു, കഞ്ഞി കുടിക്കുന്നു. ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പോൾ സുഖമുള്ള ST കൊടുത്ത് എവിടെ വേണമെങ്കിലും പോവാ. അങ്ങനത്തെ ഒരു അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എനിക്കൊരു ഒത്തിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു ഇവൻ്റെ സാരഥി. ഇവനെ ഈ മല്ലന ഞാനന്ന് ഇവനെക്കാട് ചെറുതാ, കുഞ്ഞിതാ. അപ്പോൾ എനിക്ക് തടിയുണ്ട്, പക്ഷേ ഇവനെ വലിച്ചുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ സൈഡ് തിരിഞ്ഞിരിക്കില്ലേ അതിലാണ്. അപ്പോൾ എനിക്ക് പുതിയ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ ഇരുത്തിയിട്ട് ഞാൻ സൈക്കിൾ ഓട്ടറാണ്. അപ്പോൾ എന്താ കേസ് എന്ന് പറയണത്, ആ സൈക്കിൾ എനിക്ക് പൊക്കം കൂട്ടാൻ വേണ്ടി പണ്ട് ചെയ്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിന്റെ സീറ്റ് പക്ഷെ കാല് നമുക്ക് താഴെ കുത്തൂല, നമുക്ക് ആ പെഡല് മാത്രം ചവിട്ടാനുള്ള ഇതുണ്ടാവുള്ളൂ, താഴെ കുത്താൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഇവനെയും കയറ്റിക്കൊണ്ടുപോകും.
അപ്പൊ അതിനിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം ഉണ്ട്. അത് രോഹിത് പറയണായിരിക്കും നല്ലത്. ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവനാ. എന്താണെന്ന് സംഭവിച്ചത് പറയൂ. അപ്പൊ 2 ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇവൻ കാരണം. ഈ സൈക്കിൾ കൊണ്ട് തന്നെ ഇവൻ 2 ഇൻസിഡന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ കൊണ്ട്. ഒന്ന്, നമുക്ക് ഈ കാരിയർ ഉണ്ടാവില്ല ഈ സൈക്കിളിന്. കാരിയർ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ മറ്റേ പണ്ട് മറ്റേ വീലപ്പം ചെയ്യാനൊക്കെ വേണ്ടി മറ്റേ ഫ്ലൈ മഡ് മൺകാടൊക്കെ വെച്ചു. അപ്പൊ ഫ്രണ്ടിൽ ഇരുന്നാൽ ചവിട്ടണം. ഒന്നത് ഇവന് ഹൈറ്റ് ഒന്ന് കുറവ്, ടാങ്കാസ് ആണല്ലോ. എന്നാ അവന് മാറ്റി തന്നെ നമ്മൾ ഇരിക്കണാണോ ലൈസൊക്കെ മേടിച്ച് കഴിച്ച് വലിച്ചു വെച്ച് ഇങ്ങനെ കളിച്ച് കൊണ്ട് പോണേ ആ പരിപാടിയാണ്. അപ്പോൾ പ്രാവശ്യം ഇതുപോലെ തന്നെ. അപ്പം ഞങ്ങളുടെ വീട്, ഞങ്ങൾ ബസ്സിന് പോകണ്ട, വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂള്. അതായത് ഒരു 2 കിലോമീറ്റർ കഷ്ടിച്ചുള്ളൂ വീട്ടിൽ നിന്ന്. രാവിലെ 10 മിനിറ്റ് കൊണ്ട് വീടെത്താം. അതായത് 1 തൊട്ട് 10 വരെ. ഞാൻ LKG UKG ഞാനൊരു മദർ സ്പിനൽ എന്ന് പറഞ്ഞൊരു പൊറ്റക്കുഴി അവിടെയായിരുന്നു പഠിച്ചത് LKG UKG. പിന്നെ 1 തൊട്ട് 10 ACS, +1 +2 അയ്യപ്പങ്ക SNHS അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് ഇവനും അയ്യപ്പങ്ക ഇവൻ +1 +2 സെൻറ്റ് ജോസഫിലേക്ക് പോവുകയും ചെയ്തു. സെന്റ് ജോസഫ് അങ്ങനെ പല ഘട്ടങ്ങളായിട്ടായിരുന്നു സ്കൂള്. അപ്പോൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ സൈക്കിൾ ചവിട്ടി പോവാം. അപ്പോൾ അറിയാലോ കാല് കുത്തണില്ല, ചവിട്ടി നേരെ വരുന്നു. ഞങ്ങളുടെ വീടെത്താറായി, വീടിങ്ങനെ എത്തി ഫ്രണ്ടിലിരിക്കണേ. ഒന്ന് നേരെ വരുന്ന സമയത്ത് ഒരു അപ്പൂപ്പൻ പുള്ളി എതിരെ വരുന്നുണ്ട്. പുള്ളി മറ്റേ വലിയ ആൾക്കാരെ സൈക്കിൾ, ആ സൈക്കിളാണ്. ആ സൈക്കിള് ടീഷർട്ട് ഒന്നും ഇടുന്നില്ല. അപ്പൂപ്പൻ മേളില് ഷർട്ടില്ല, ഒരു തോർത്തിട്ടുണ്ട്, ഒരു മുണ്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ചവിട്ടി ബാലൻസ് ഇല്ലല്ലേ, ഈ പകുതി ഹൈറ്റ് ഉള്ളത് ഇവൻ നേരെ കൊണ്ട് ഇടിച്ച്. അതായത് ഇടിച്ചിട്ട് അപ്പൂപ്പൻ അങ്ങോട്ട് എടുക്കും, ഞാൻ ചെറിയൊരു വെട്ടലോട് കൂടി വരികയാണ്. സ്കൂളിൽ ബാഗൊക്കെ ഇട്ട് വരാ, നേരെ കൊണ്ട് ഒറ്റയിടി ഇടിച്ച്. ഞാൻ വീഴുന്നു ഉറപ്പ്, കാര്യം ഞാൻ നടുക്ക് ഇങ്ങനെ ലോക്കായി കിടക്കണല്ലോ. ഇടിച്ച് നേരെ വീഴുന്നു, ഞാൻ നിലത്ത് കുത്തുന്നു. ഞാൻ നോക്കാം അപ്പൂപ്പനും വീഴുന്നു. ഇവൻ നേരെ ഇങ്ങോട്ട് പോയി. ഇവൻ ചാടുമല്ല, ഇടിച്ചു കഴിഞ്ഞാൽ ബാക്കോട്ട് ചാടി ഇറങ്ങി പോവാ. ഇവൻ ചാടി ഇറങ്ങുന്നു, അപ്പൂപ്പൻ വീഴുന്നു. അപ്പൂപ്പൻ ഞാൻ നോക്കാൻ നേരത്ത് ഇതിപ്പോ ചിരിയായിട്ടും പറയും, കാരണം പ്രായമുള്ള അപ്പൂപ്പനെ ഇടിച്ചിട്ടേക്കാ നിലത്ത്. അപ്പൊ പക്ഷെ സംഭവം എന്താ വെച്ചാ, അപ്പൂപ്പൻ ഇടിച്ചിട്ട് അപ്പൂപ്പൻ ഉണ്ണിയേശു കിടക്കുന്ന പോലെ കിടക്കാം. ലിറ്ററലി ഉണ്ണിയേശു കിടക്കുന്ന പോലെ കിടക്കാം. സത്യം, മുണ്ടൊക്കെ പൊങ്ങിയിട്ട്. ആ ശരിക്കും ലിറ്ററലി വിഷമിക്കണോന്ന് അറിയാണ്ട്. പക്ഷെ ഞാനപ്പോ എന്റെ ഉള്ളിലെ വിഷമം എമ്പതി മൂത്തിട്ട് ഞാൻ ചെന്നിട്ട് അപ്പൂപ്പ ഏതാ സീറ്റില് പറ്റിപ്പോയതാ സീനാണ്. അപ്പൂപ്പേന്ന് വിളിക്കല് അപ്പൂപ്പ തെറിയ കഴിവേറി മോനെ. ഞാനിപ്പോ ഇവനെ നോക്കുമ്പോ ഇവൻ ഏതോ സ്ഥലത്ത് പോയി, ഇവൻ ഇല്ല ആ ഭാഗത്ത്. അങ്ങോട്ടേക്ക് പോയിട്ട് ഒതുങ്ങി നിക്കണേ, ഇവൻ ഒതുങ്ങി നിക്കണം അവിടെ ഒരു വഴി. അപ്പൊ അപ്പൂപ്പന്റെ വിചാരിച്ച വണ്ടി ഓടിച്ചത് ഞാനാ. പൂരത്തെറി റോട്ടിൽ കൂടി പോണവരും മറ്റവരൊക്കെ നോക്കുമ്പോ ഞാൻ മറ്റേ ഞാൻ മറ്റേ ഹരിഹർനാളിലെ അപ്പുക്കുട്ടൻ. അപ്പൂപ്പ ഞാൻ മാത്രല്ല, ഞാനിങ്ങനെ ആരെയും ഇടിക്കാറില്ല. പറയണ പോലെ തെറി ഇടിച്ച്. അപ്പൊ കുറച്ച് ഇങ്ങനെ ലേഡീസ് ഒക്കെ പോകേണ്ടി വരും. അപ്പൊ ഉണ്ണിയേഷുമായിട്ട് കിടക്കൊണ്ട് ആരും ബാക്കിയുള്ളവര് മാത്രം വരുന്നു, നേരെ പോകുന്നു. ഇരുന്ന് തെറി. അപ്പൊ എഴുന്നേക്കണ വരെ തെറിയായിരുന്നു. അതുവരെ കൂട്ടുകാരൻ നോക്കി. അങ്ങനെയല്ല. അപ്പൊ കുറച്ചൊരു ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. അപ്പൊ കണ്ണീന്ന് വെള്ളം വന്ന് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കുറച്ചൊരു കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചെന്നിട്ട് രോഹിത്ത്, അപ്പൊ ഇവിടെ ചെന്നിട്ട് അതാണ് രോഹിത്ത് അപ്പൂപ്പ എന്ന് പറഞ്ഞിട്ട് തുടച്ചു പിടിക്കണം. നല്ല തെറിയ അവിടെ നിന്ന്. ഞാനിങ്ങനെ ചേട്ടന്മാർ കൂടി നിന്നിട്ട് അയ്യോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രോഹിത്തിന് പിന്നെ സൈക്കിൾ എടുത്തിട്ട് അപ്പൊ ഇവൻ നടന്ന് ഇവനത് തെറി പറഞ്ഞു കൊണ്ടുപോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് പോണേ. ഇപ്പൊ അന്ന് ആ സംഭവം തീർന്നല്ലോ, ഒറ്റ പ്രാവശ്യമുള്ള സംഭവിച്ചു. ഇതേ സംഭവം ഇതേപോലൊരു ദിവസം. അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാനിത് പഠിക്കണമായിരുന്നു. ഇവനായിട്ട് ആ പ്രശ്നം കഴിഞ്ഞിട്ട് കുറച്ചാൾ ഞങ്ങൾ ഉടക്കായിരുന്നു. ഉടക്കെന്ന് പറയണത് ഇവൻ എന്റെ അടുത്ത് മിണ്ടൂല. ഇവന് എന്നാലും വാട ചോദിച്ച കേറാന്ന് വിളിച്ചാലും എടാ ഇല്ലടാ ഞാൻ നിന്നായിട്ട് നിർത്തി, നീ കാരണം എനിക്ക് അത്രയും ചീത്തേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന് ഭയങ്കര വിഷമമായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇവൻ പിന്നെ വിളിച്ചു കയറ്റി ഒരു ദിവസം. ഭക്ഷണമൊക്കെ നമുക്ക് ബാക്കി ഇറങ്ങുന്നത് എങ്ങനെ ആണോ എന്നാ ബാക്കി ഇറങ്ങി കയറി ഫുഡൊക്കെ മേടിച്ചിട്ട് തന്നെ ലേസൊക്കെ മേടിച്ചു ബാ കയറി സിപ്പൊക്കെ ആയിട്ട് ഷോഡ അതൊക്കെ കോംപ്രമൈസ് ആയല്ലോ. കയറി ഇതേപോലെ കയറി പോണേ മെയിൻ റോഡിൽ ഇതേപോലെ കയറി. മറ്റേ ഒരു തിരക്കാണ്. അപ്പം നമ്മൾ മെയിൻ റോഡിൽ പൊക്കോണ്ടിരിക്കുകയാണല്ലോ.
വെക്കാൻ കാലെത്തൂല്ലോ. സെയിം Same situation. സിറ്റുവേഷൻ. വണ്ടി ബ്രേക്ക് ഇട്ടു, വണ്ടികൾ ഞാൻ നേരത്തെ നടക്കുക, മറ്റേ സാധനം സൈഡിലുള്ള കാറില്ലേ, കാറിൽ പിടിച്ചിരിക്കുക. അപ്പൊ ആക്ച്വലി അത് റണ്ണിങ് കാറാ. അങ്ങനല്ല, അവര് നിർത്തിയേക്കണേണ്. അപ്പൊ ഞാൻ വണ്ടി ഇങ്ങനെ പോവാൻ വേണ്ടി അവര് ഫ്രണ്ടില് വണ്ടി ഉള്ളതുകൊണ്ട് നിർത്തിയേക്കണം. അപ്പൊ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൈ കുത്താൻ പറ്റുക. അപ്പൊ ഞാൻ പെട്ടെന്ന് കാറിൽ കൊണ്ട് കൈ വെച്ച്. മറ്റേ സീൻ CID മൂസിൽ ഷൂസ് ഉണ്ട്. മറ്റേ ഇത് വേണമെങ്കിൽ പറയാം, മറ്റേ പഴയ പടവിലടാ വന്ദനം, വന്ദനത്തില് ജഗദീഷ് അതേപോലെ പിടിച്ചിരിക്ക. വണ്ടി മറ്റേ സിഗ്നൽ വീഴുന്നു, വണ്ടി എല്ലാം കൊണ്ട് എടുക്കുന്നു, നേരെ പട്ടക്കാന്ന് പറഞ്ഞ അടിച്ചു കെട്ടി വീഴുന്നു. മച്ചൻ അപ്പോഴും ചാടിയിട്ട് അടിച്ചു കെട്ടി വീഴുന്നു. പ്രശ്നം പറ്റുന്നറിയോ, ഈ സ്കൂൾ കുട്ടികളെ നെഞ്ചത്തേക്കാണ് എല്ലാരും കൂടി. നീയൊക്കെ സൈക്കിളും കയറ്റിക്കൊണ്ട് എവിടെ കയറി വന്നേടാ അതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു ചേച്ചി, ഇപ്പത്തെ പിള്ളേര് തലർച്ചന്മാര് നല്ല കയറി. ഞാനപ്പോഴും നിലത്തിറങ്ങി. അപ്പൊ ഒരുത്തൻ ആ ചേച്ചിയുടെ ഒക്കെ ഇടയിൽ തലയും കുത്തിയിട്ട് ഇങ്ങനെ ആരവിടെ എന്താ പറ്റിയത്. ഇതൊക്കെ സ്കൂളിൽ പോയിട്ട് തന്നെ വഴിക്കുള്ള പരിപാടികളാണ്. തിരിച്ച് 3 മണിക്ക് ഇറങ്ങുമ്പോൾ ആ സമയത്ത് നമുക്ക് ബൈക്ക് ഒന്നും ഇല്ലല്ലോ, അപ്പൊ സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ മാത്രം. അത് മാത്രം, ഞങ്ങളുടെ സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് ഫൺ വേൾഡ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടായി. ആക്ച്വലി ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 10 കൊല്ലം മുമ്പാണല്ലോ. ഇപ്പോഴാണ് ഈ അപ്പൊ അന്ന് ഈ ഗെയിം സ്റ്റേഷൻ പോലെ കുറെ കമ്പ്യൂട്ടേഴ്സും പ്ലേ സ്റ്റേഷൻ കഫേ അല്ല ആക്ച്വലി. അത് അവിടെ ഇന്റർനെറ്റ് ഇല്ല, കഫേ വേറെയാണ്. ഇവിടെ ആകെ ഉള്ളത് വെച്ചാൽ ഗെയിംസ് മാത്രം. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഇപ്പൊ GTA Vice City അങ്ങനത്തെ ഒക്കെ കുറെ ഗെയിംസ് ഇല്ല. പിന്നെ അന്ന് നമ്മൾ കളിച്ചോണ്ടിരുന്ന സത്യം പറയാം എനിക്കറിയാവുന്ന ആ ഗെയിം നമ്മൾ പ്ലേ സ്റ്റേഷനിൽ WWE ആണ്. നമ്മള് സിസ്റ്റത്തിലല്ല, പ്ലേ സ്റ്റേഷനിലാണ് കയറണത്. അപ്പൊ 6 ജോയിസ്റ്റിക്ക് പ്ലേ സ്റ്റേഷനാണ്. അപ്പോൾ പിന്നെ ഈ ഗെയിം ഇന്റർനെറ്റ് ഒന്നും സർഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്കി സിസ്റ്റം കളിക്കുന്നവർക്ക് മോസ്റ്റ് വാണ്ടഡ് GTA അങ്ങനത്തെ ഗെയിംസ് ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് അവിടെ ഈ എനിക്ക് 5 രൂപ കൊടുത്താൽ 15 മിനിറ്റ് കളിക്കാം, 10 കൊടുത്താൽ അരമണിക്കൂർ കളിക്കാം, 1 മണിക്കൂറിന് 20 അങ്ങനെയൊക്കെയാണ് ടൈമിങ്. പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോ പറഞ്ഞാൽ ഇത് കഫേ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണല്ലോ. അപ്പം അന്ന് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കയറാന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. ടീച്ചർമാരൊക്കെ പറയണെന്ന് അവിടെ ഒരിക്കലും കയറി പോയത് പിള്ളേരെ തലതെറിച്ചോന്നുള്ള. അപ്പൊ ഞാൻ ആക്ച്വലി അതിൽ കയറിയിട്ടില്ല. അങ്ങനെ പറയുമ്പോഴേ കയറാൻ തോന്നുള്ളൂ. ഞങ്ങള് പക്ഷെ കയറി കളിക്കുക. അന്ന് പക്ഷേ 5 രൂപ 10 രൂപയ്ക്ക് വിലയുണ്ട്. വീട്ടിൽ നിന്ന് അടിച്ചു പറ്റിക്കൊണ്ട് എന്റെ പൈസ. അപ്പൊ ഈ 5 രൂപ ഒപ്പിച്ചിട്ട് വേണം 15 മിനിറ്റ് കളിക്കാൻ. അപ്പൊ ഈ 3 ഇവൻ പറഞ്ഞ പോലെ നമ്മളന്ന് വീട്ടിൽ നിന്ന് വിടുമ്പോ 3 മണിക്ക് ബെല്ലടിച്ച വീടെടുത്തായതുകൊണ്ട് തന്നെ 3:10 3:15 വീടെത്തണം. ഇത് 15 മിനിറ്റ് കളിച്ചിട്ട് പിന്നെ മറ്റേ ചക്രശ്വാസമാണ്, വേഗം എത്തണ്ടേ. അപ്പോഴാണ് സൈക്കിളും വെച്ച് അഭ്യാസം, വേഗം വീടെത്തണം. ആ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാനാണ്. അന്നൊക്കെ പറയും അന്ന് വീട്ടുകാർ എവിടെ എന്ത് സ്പെഷ്യൽ ക്ലാസ് ഒന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇല്ല അവിടെ സംസാരിച്ചിരുന്നു ഇവിടെ സംസാരിച്ചിരുന്നു എന്നിട്ട് ഓർഡറാ തിരക്കിലാണ് ഈ പരിപാടി ഒപ്പിക്കണത്. 5 മിനിറ്റ് അന്ന് ഈ ടീച്ചർമാരുടെ കണ്ണുപൊട്ടിക്കണം. കാര്യം ഫൺ വേൾഡിൽ കയറി ഗെയിം കളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പെട്ട്. പിന്നെ പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് വിളിപ്പിക്കലും മറ്റേ കാര്യങ്ങളൊക്കെയാണ്. അവിടെ എന്തോ അലമ്പാട്ടോ നിങ്ങളവിടെ ചെയ്യണ പിള്ളേർ. പിന്നെ ചില സ്പൈ പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ കേരളയുടെ പേര് പറഞ്ഞു കൊടുക്കണം. സംസാരിക്കുമ്പോ ബോർഡിൽ പേര് ടീച്ചേഴ്സിന് മുമ്പിൽ മറ്റേ റോള് കിട്ടാൻ വേണ്ടി ഇവരൊക്കെ കേറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ. അത് പക്ഷെ നമുക്ക് അറിയില്ല ഇവന്മാരെ ഏതാ പറഞ്ഞറിയാൻ പാടില്ല. പക്ഷെ എല്ലാത്തിലും എന്റെ പേര് പറയും ഇതില്ലെങ്കിൽ പോലും. ഞങ്ങളുടെ കൂടെ നടക്കണോണ്ട് എല്ലാത്തിനും ഞങ്ങൾ പിടിക്കുമായിരുന്നു. സൈക്കിളിൽ നിന്ന് ഇങ്ങനെ വീണ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? സൈക്കിളിൽ നിന്ന് വീണ അനുഭവം കുറവാണ്. കാരണം കുറേയൊക്കെ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ അന്നത്തെ പോലത്തെ പണ്ട് കാടും മലയും കയറി ആ ടൈപ്പല്ല. ഒരു കാടപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ സെന്റാൻസ് ആണ്, ഏലൂരുള്ള സ്കൂളായിരുന്നു. പിന്നെ ഉള്ളത് ക്ലാസ് കട്ട് ചെയ്ത് പോണ കുറെ പരിപാടികൾ. പക്ഷെ അന്ന് കട്ട് ചെയ്യണ കുറവായിരുന്നു. എന്നാലും കട്ട് ചെയ്ത് പോകുന്ന അന്നാണ് ആദ്യം മദ്യപാനം ട്രൈ ചെയ്യുന്ന ഒരു സമയം. അതായത് ക്ലാസ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ +2 ആണ്. ക്ലാസ് കട്ട് ചെയ്തിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരിക്കുക. എന്നിട്ട് പ്ലാൻ ചെയ്യാം എന്ത് സാധനം മേടിക്കണം. അപ്പം പറയുക ഇന്ന അവൻ വലിയ അറിവുള്ളവനെ പോലെ എടാ ഇത് മേടിച്ചാൽ അടിപൊളിയായിരിക്കും, ഇപ്പം അടിച്ചാൽ വൈകുന്നേരം സെറ്റാൻ വീട്ടിൽ പോവാം, പെപ്സി മതി അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആളുണ്ടാവുമല്ലോ. അപ്പോൾ സാധനം പറഞ്ഞ് പെപ്സി മേടിച്ചു, മറ്റേ ഫ്രൈസ് ചിപ്സൊക്കെ മേടിച്ചു. എന്നിട്ട് അവൻ്റെ വീട്ടിലെ സിസ്റ്റത്തിൽ സിനിമയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഈ സാധനം മേടിക്കാൻ പോകണം. 2 പേര് പോയി സാധനം മേടിക്കാൻ പോയി. തിരിച്ചു വന്നേക്കാം. 1-ാം തീയതിയാണ് ക്ലാസ് കട്ട് ചെയ്തിരുന്ന് കൂട്ടുകാരൻ്റെ വീട്ടിലിരുന്ന് മദ്യപിക്കാനുള്ള പ്ലാൻ, ചിപ്സും പെപ്സിയൊക്കെ മേടിച്ചിരിക്കണത്. എന്നിട്ട് അവന്മാർ പോയിട്ട് വരാം.
എന്താ കിട്ടിയില്ലേ അവന്മാര് പോരെത്തറി എടാ 1-ാം തീയതി എവിടെ നിന്ന് കിട്ടാനാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ക്ലാസ് കിട്ടി രാവിലെ തൊട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു സിസ്റ്റത്തിൽ ഒരു സിനിമ തന്നെ ചിപ്സും തിന്ന് പെപ്സിയും കുടിച്ച് തീർക്കേണ്ടി വരും. കാരണം തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. കാരണം തിരിച്ച് സ്കൂളിന്റെ സമയം കണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമല്ലേ. അതുകൊണ്ട് ഒരു 4-5 കൂട്ടുകാർ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ എടുത്തു പെപ്സിയും കുടിച്ച് ചിപ്സും തിന്നു. അല്ല അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അതേപോലെ തന്നെ നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +1 +2 ടൈം ആട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവുമല്ലോ ഇതുപോലെ തന്നെ നമുക്കൊരു കുപ്പിയിടുക. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. കുപ്പി എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനുള്ള കേസാണ്. പക്ഷേ യൂണിഫോമും അല്ല, ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കൂടാൻ വേണ്ടി അപ്പോൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ മെയിൻ നിൽക്കണത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. എബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലും മെയിൻ എബി എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. അവിടെ ഞങ്ങൾ ആശാന്ന് വിളിച്ചോണ്ട്. അപ്പോൾ അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തള്ളിവിടും. നീ ചെല്ലി നീ എല്ലാത്തിനും നമ്മളെ നമ്മളെ നല്ല സപ്പോർട്ട് ആയിരുന്നു നമുക്ക്. എടാ നീ അനാവശ്യമായി മോട്ടിവേഷൻ ഇങ്ങനെ അനാവശ്യമായ ഓരോ സപ്പോർട്ട് അങ്ങനത്തെ ഒരു ഇതുണ്ടാവുമല്ലോ. മറ്റേ എന്താണ് വടക്കൻ സെൽഫിയിലുള്ള അജു വർഗീസിന്റെ ക്യാരക്ടർ. അപ്പോൾ അതേപോലെ തന്നെയാണ് എബി എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വിട്ടേക്കണം ഒരു ബിയർ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി. എല്ലാവർക്കും ആഗ്രഹം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എല്ലാവർക്കും കൂടി ഒരു ബിയർ അല്ല ഒരു ബിയർ എല്ലാവർക്കും കൂടി ഒരു ബിയർ എടുത്തിട്ട് അല്ലെങ്കിൽ 2 ബിയർ എന്തോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ തന്നിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ ചെല്ല് നമുക്കൊരു ബാറിൽ പോയിട്ട് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് പറയാം. അപ്പം ഞങ്ങൾ ബാറിൽ കയറിക്കണം. എനിക്കറിയില്ല ഇതിലിട്ടും ബാറിൽ കയറിയിട്ട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ നമുക്കറിയാം കിങ് ഫിഷറാണ് അടിക്കേണ്ടതെന്നുള്ള സാധനം അറിയാം. അപ്പോൾ ബാറിൽ കയറി ധൈര്യമായിട്ട് ഇതിങ്ങനെയൊക്കെ ചെല്ലണതാണ്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ തന്നെ നമുക്കൊരു പേടിയോ. അപ്പോൾ തന്നെ ധൈര്യമായിട്ട് എന്നിട്ട് ഇതിങ്ങനെയൊക്കെ എന്നിട്ട് വലിയ ഇതൊക്കെ കാണിച്ചിട്ട് ചേട്ടാ അന്ന് മീശ പോലും ഇല്ല പിള്ളേരാണ് കണ്ട മനസ്സിലാവും. അപ്പോൾ ചേട്ടാ ഒരു കിങ് ഫിഷർ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ ചോദിച്ചു പ്രീമിയം വേണോ അൾട്രാ വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട കിങ് ഫിഷർ മാത്രം. അപ്പം തന്നെ മിണ്ടല്ലേ എടാ അതല്ലേ ഏട്ടാ അൾട്രാ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ടൈമിൽ അൾട്രാ അല്ല പ്രീമിയം എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കുറേ സംഭവമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കുടിച്ച് ടേസ്റ്റ് വെക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ചെറുതായിട്ട് കള്ളുടിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. എന്നെ ഇതുപോലെ ബിവറേജിന് ഇറക്കി വിട്ടുണ്ട്. ഇതുപോലെ സാധനം മേടിക്കാൻ വേണ്ടി കൂട്ടുകാരൻ പറഞ്ഞു നീ കയറാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇച്ചിരി വില കിട്ടട്ടെ എന്ന് വെച്ചിട്ട് കയറിയപ്പോൾ അപ്പോൾ അതിന് പിന്നെ വേറെ കൂട്ടുകാരൻ വിളിച്ചിട്ട് അങ്ങനെ പോലെ ഞാൻ സെറ്റാക്കി തരണ്ടാവും. ഞാൻ ഇവിടം വരെ മടക്കി കൈ മടക്കി ഇവിടം വരെ ആക്കി ഒരു ബട്ടൺസ് തുറന്നിട്ട് കോളറൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ പ്രായമുള്ള രീതിയിലാക്കിയിട്ട് വിട്ടോളാൻ പറഞ്ഞു. ഞാനൊരു 10-15 മിനിറ്റ് ക്യൂ നിന്നിട്ട് അകത്ത് നിന്നിട്ട് സാധനത്തിൻ്റെ പേര് കിട്ടണില്ല പണി പാടി. എന്നിട്ട് അവിടെ നിന്ന് ആ കൗണ്ടറിൽ നിന്ന് ഇവനെ വിളിച്ചു ചേട്ടാ പേരെന്താ. അപ്പോൾ പേര് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും ചെറിയ വിറ തുടങ്ങിയിട്ട് ആ ചേട്ടനോട് ചേട്ടാ ഇന്ന സാധനം എന്ന് പറഞ്ഞു. പുള്ളി എടുത്തൊരിക്കൽ ലൈസൻസ് തരാൻ പറഞ്ഞു എന്നോട്. വയസ്സായിട്ട് ഇല്ലട്ടാ ഈ സാധനം മേടിച്ചപ്പോൾ തന്നെ പോകാം കുറച്ച് നേരം. ഞാൻ അങ്ങനെയൊക്കെ കുറച്ച് നേരം നിന്നല്ലേട്ടാ സാധനം എന്താ അപ്പം നിനക്ക് ഇത്ര വയസ്സായെന്ന് ചോദിച്ചു. ചേട്ടാ വയസ്സായി. അപ്പോൾ പുറകിൽ നിന്ന് ചോദ്യം വന്നു തുടങ്ങി അവന് പ്രായമായിട്ടില്ലോ എന്ന് ചോദിച്ചു. സീനെ അപ്പോൾ എല്ലാവരും കൂടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇല്ലേട്ടാ എന്നാൽ വേണ്ട അങ്ങോട്ട് നേരെ കൂടെ ഇറങ്ങി വന്നു. കാരണം ഇല്ലെങ്കിൽ മറ്റേ പുള്ളി കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയി. അവരുടെ ഉദ്ദേശം എന്താ എനിക്കറിയില്ല. എന്നിട്ട് നേരെ കോളേജിലേക്ക് പോവാ അപ്പോൾ സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്തൊരു മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചൈൽഡ്ഹുഡ് മെമ്മറീസിലുള്ള അല്ലെങ്കിൽ സ്കൂൾ ലൈഫിൽ എല്ലാവർക്കും ഉള്ള ഒരു സിറ്റുവേഷനല്ല ഒരു അനുഭൂതിയാണ് പ്രണയം. ആദ്യ പ്രണയം 5ാമത്തെ പ്രണയം അങ്ങനെ പറയാം. 5 പ്രണയം ഉണ്ടായിരുന്നു 10ാം ക്ലാസ്. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മള് മറ്റേ ലവ് എന്നുള്ളൊരു മൂഡല്ലല്ലോ. നമുക്കൊരു കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു, അവളെ കാണാൻ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്നു, നോക്കുന്നു. ഇപ്പോഴാണ് മിണ്ടല് ചാറ്റിങ് നേരെ ഒന്ന് പറഞ്ഞ് ചാറ്റിങ് മീറ്റിംഗ് ഡേറ്റിംഗ് ആണ്. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി ഇങ്ങനെ നോക്കി നിൽക്കണം, അവിടെ തിരിച്ച് നോക്കി ചിരിക്കുന്നു, രാത്രി മൊത്തം അത് ഓർത്തിരിക്കുന്നു. അതാണ് ശരിക്കും ഇപ്പൊ എനിക്കത് അതാണ് ഞാൻ ആഗ്രഹിക്കണത്. പക്ഷെ ഇനിയിപ്പോ അത് നടക്കും തോന്നുന്നുള്ള അല്ല ആ ഒരു പ്രണയം ശരിക്കും പറഞ്ഞു ഭയങ്കര ഒരു രസമാണ്. ഇപ്പൊ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രണയം നല്ല രീതിയിൽ മിസ് ചെയ്യാനുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ മിസ് ചെയ്യും. ഞാൻ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ലൊരു പ്രണയെ കുറിച്ച് പറയാനാണെങ്കിൽ രോഹിത്തിനെ കൂടുതൽ സംസാരിക്കാം. അതെ പ്രണയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നല്ല സംഭവങ്ങളാണ്. പക്ഷെ പേരുകളൊന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാം പേര് പറയണ്ട, അഡ്രസ് പറഞ്ഞാൽ മതി. പേര് പറയണ്ട, ഇൻസ്റ്റയിൽ ഐഡി പറഞ്ഞാൽ മതി. അല്ല എനിക്ക് എൻ്റെ പേഴ്സണലി കുറച്ച് ഓർമ്മകൾ പറയാം പ്രണയത്തിന്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഭയങ്കര ഫിൽമി ആൻഡ് ക്ലീഷേ പറഞ്ഞ പോലെ ഒരു നോക്ക് കണ്ടാൽ മതി
അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ആയിരുന്നല്ലോ. ഈ കൂടെ 6ാം ക്ലാസ്സിലൊക്കെ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ കൂടെ ഇവരെ ഈ എല്ലാത്തിനും ഇവൻ ബലിയാടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ പ്രണയം ആ കുട്ടിയോട് തോന്നി അപ്പോൾ അവളോട് പുറകെ നടക്കേണ്ട സമയമുണ്ടല്ലോ, നമ്മളിങ്ങനെ വീഴ്ത്താൻ വേണ്ടി നടക്കണം. അതൊരു പ്രത്യേക ഫീലിംഗ് ആണല്ലോ. ഇങ്ങനെ സ്കൂൾ വിട്ടുക, ബസ് സ്റ്റോപ്പിൽ പോവുക, ആക്കുക, നോക്കും, ചിരിയൊക്കെ തരും. അതിനു വേണ്ടിയാണ് ഈ പോണത്. ഹരം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഓർമ്മ ഉള്ളത്, ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് ട്യൂഷൻ കട്ട് ചെയ്ത് ഞാൻ രണ്ടുപേരും കൂടി ട്യൂഷൻ കട്ട് ചെയ്ത്. അപ്പോൾ ഈ കുട്ടിയുടെ പുറകെ നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ 6ാം ക്ലാസ് 8ാം ക്ലാസ് ആ ഗ്യാപ്പാണ് ആ ടൈപ്പ്. പക്ഷേ ആ കുട്ടിയും ഞങ്ങളുടെ എൻ്റെ പോയിട്ട് 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഉണ്ട് ഞങ്ങൾ. ഓൾമോസ്റ്റ് അത്രയും വർഷം തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് വീടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് വീടൊക്കെ കണ്ടുപിടിച്ചല്ലോ. നമ്മൾ പോയി ശനി ഞായറൊക്കെ ആയിട്ട് സൈക്കിളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. കാര്യം കുട്ടിയുടെ വീടും ഈ സൈഡിൻ്റെ ഭാഗത്തായിരുന്നു. അപ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് അന്ന് ഒരു ബാഡ്ജൊക്കെ ഉണ്ടല്ലോ, ഐ ഡി കാർഡ്, അത് അഡ്രസ്സൊക്കെ ഉണ്ടാവും. സംഭവം കണ്ടുപിടിച്ചാണ് നമ്മൾ വീടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്യൂഷൻ കട്ട് ചെയ്തിട്ട് പോണേ. ട്യൂഷൻ കട്ട് ചെയ്ത് എനിക്ക് ഇപ്പോൾ ചെന്നിട്ട് നമ്മൾ വഴിയുണ്ടല്ലോ, വഴികളിൽ കുട്ടിയുടെ പോണ വഴിയുണ്ടാവും. അപ്പോൾ വഴിയിൽ നമ്മൾ ഈ മതലിൽ പോയിട്ട് ആ ഫസ്റ്റ് അക്ഷരം പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതെപ്പോഴാ ചെയ്യണം, പഠിക്കാൻ വീട്ടുകാർ കാശും കൊടുത്ത് ട്യൂഷൻ വിട്ടപ്പോ ട്യൂഷനും കട്ട് ചെയ്ത് പോണേ. മതല് ഫുള്ള് പഴയ ഒരു താളവട്ടത്തില് മോഹൻലാലൊക്കെ എഴുതി വെക്കണം. നമ്മൾക്ക് അതാണ് ഇൻസ്പിറേഷൻ. നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ കാണിക്കും അത് ഇവനുണ്ട്. ഇവന്റെ അപ്പൊ മറ്റേ കൈക്കൂലിയാണ്, ലേസ്, പൊറോട്ട, ചാറ്. എന്നിട്ടില്ലേ ഇവനിരുന്നിട്ട് അവിടെ കിടന്നിട്ട് ഞാൻ പറഞ്ഞു അത് ഒരു മതല്ലൊന്നല്ല, എല്ലാ മതലിലും ഇങ്ങനെ എഴുതി നിരത്തി വെക്കണേ. വ്യത്യാസം എന്നിട്ട് ആ കൊച്ചറിയോ അത് പറ. പിന്നെ ഇത്ര എഫേർട്ട് ഇട്ടാ നമ്മൾ അറിയിക്കൂലേ. അതല്ല ഇതൊക്കെ വന്നു ഞാൻ കണ്ടു. പിന്നെ എന്താന്നറിയോ, വീട് കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്, ഒരു നെടുവെറുപ്പാ. അല്ല അവളെ ഒന്നും കാണില്ല ആ ഭാഗത്ത്. വീട് കണ്ടെന്ന് പക്ഷെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അങ്ങോട്ട് പോകും, അവിടെ ചെന്നിട്ട് അവൾ അവിടെ ഉണ്ടാവും. അങ്ങോട്ടും ചുമ്മാ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വീണ്ടും പോകും. നമുക്ക് ആ വഴി എന്ന് വെച്ചാൽ ഒന്നാമത് ഡെഡ് എൻഡിലെ വീട്. അപ്പൊ ഒന്ന് ആ പ്രായമുള്ള പിള്ളേർ കിടന്ന് പഴുങ്ങണ് സൈഡിൽ നിന്ന് ആയാലും എന്താ ഇവിടെ അല്ല ഏട്ടാ ഞാൻ ഇവിടെ അറിയില്ലെന്നല്ല, നേരെ ഓട്ടോണ്. ഞാൻ ഇവന്റെ അടുത്ത് പറയാം, എടാ പാടാ പാടാ, വെറുതെ ആവശ്യമില്ലാത്ത പണി ഒപ്പിക്കണ്ട. ഇവനപ്പം മറ്റേ വാരണാപുരത്തിലെ സൂര്യ കളിക്കാൻ ജസ്റ്റ് കണ്ടാ മതി നമ്മളെ നോക്കി. പിന്നെ വേറൊരു ഇൻസിഡന്റ് ഇതിന്റെ തന്നെ ഭാഗമായിട്ട് ഇവൻ അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ നിൽക്കോട്ടെ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബസ് കയറേണ്ട ആവശ്യമൊന്നുമില്ല, തൊട്ടടുത്ത വീട്. അപ്പോൾ ഇവൻ ഇതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ രണ്ടുപേരും നിൽക്കും. അപ്പോൾ ഇവൻ അപ്പുറത്ത് ആ കൊച്ചി ബസ് സ്റ്റോപ്പിൽ നിൽക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ നോക്കി ചിരിച്ചിങ്ങനെയൊക്കെ നിന്നിട്ട് ഓക്കെ. അപ്പോൾ ആ കൊച്ചിൻ്റെ ബസ് വരുമല്ലോ, ബസ് വരുമ്പോൾ ആ കൊച്ചി കയറും. അപ്പോൾ ഞാൻ സൈക്കിളിലാണ് ഇവനെ നിൽക്കണത്, വെയിറ്റ് ചെയ്ത്. ഇവനെ എന്നിട്ട് വേണം ചവിട്ടിക്കൊണ്ട് പോകാൻ. ഇവൻ ചാടി ബസ്സിൽ കയറിയിട്ടില്ലേ, എടാ ആ സ്റ്റോപ്പിലേക്ക് വന്നേക്കുന്നത്. ആ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ഓടണം. ഞാൻ ഈ ബസ്സിന്റെ പറയുന്ന ബസ്സാണെങ്കിൽ നല്ല സ്പീഡ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ എനിക്കും ഈ +2 ടൈമിലാണ് റിലേഷൻ്റെ ഒരു ഇതൊക്കെ വരുന്നത്. പക്ഷെ അത് തീരെ റൊമാൻറ്റിക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആരെയും അതിൻ്റെ ഇടയ്ക്കാണെന്ന് കൂട്ടുകാരന്മാരെ തീരുമാനിക്കണം. അങ്ങനെ ഞങ്ങൾ 4-5 ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുത്തന്നെ ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നി എല്ലായിടത്തും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറയും നിനക്ക് ഏകദേശം ചേരും, നീ നോക്കിക്കോ. അപ്പോൾ മറ്റവൻ എടാ നീ ആ കൊച്ചു നോക്ക്. അപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ അവനോട് നീ ഈ കൊച്ചു നോക്ക്. അപ്പം ഞങ്ങളിങ്ങനെ 5 പേരുണ്ട്. 5 പേര് അങ്ങോട്ട് പ്ലാൻ ചെയ്ത് ഒരാൾക്ക് മറ്റേ ആളായിരിക്കും ഇന്ന പെൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് പ്ലാൻഡ് ആക്ടിവിറ്റീസ് എല്ലാം. അതായത് ഇപ്പോൾ ഇൻ്റർവെല്ലിലെ സമയത്താണെങ്കിൽ ഇപ്പോൾ എന്നെയാണ് അവർക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ബാക്കി 4 പേർ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ച് ആയിരിക്കും. കേട്ടോ എന്നോട് പറയും പുറത്തോട്ട് ക്ലാസ്സിൻ്റെ അകത്തേക്ക് വരാൻ പറയും. അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ അകത്തേക്ക് വരുമ്പോൾ 4 ബാക്കിൽ എടാ വിഷ്ണു നീ പൊളിയാടാ അടിപൊളി എന്ന് പറയും. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുമല്ലോ ആ സൈഡ്. ഓക്കെ, അടുത്ത ഇൻ്റർവെല്ലിൽ ഞാൻ പോയിരിക്കും, അടുത്തന്നെ പുറത്തേക്ക് വിടും. അങ്ങ് വരും എടാ എബി നീ പൊളിയാന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കും. അങ്ങനെ പറഞ്ഞാണ് ഇവന്മാർ പ്ലാൻ ചെയ്യും എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം. എന്നിട്ട് 5 എണ്ണത്തിൽ ആർക്കും ലൈം ഇടില്ല. കാരണം അതിൽ ആത്മാർത്ഥ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ വെറുതെ കൂട്ടൊക്കെ ഓടിയിരുന്നുള്ള ടൈപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവൻ ബസ് സ്റ്റോപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് റിലേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇടയ്ക്ക് ബ്രേക്കപ്പ് ആവാൻ മനസ്സിലായില്ല. നമ്മൾ അന്ന് ആ പ്രായത്തിലെ ചാബല്യം വേറെ ഇഷ്ടമായിട്ടുണ്ട്. അതല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതായാലും കഥകളാണല്ലോ. ഇപ്പം ഞങ്ങൾ അറിയുന്നവരിപ്പോൾ ഇത് കാണുമ്പോൾ എടാ അതിൻ്റെയൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ എനിക്ക് 10th ആണെന്ന് തോന്നുന്നു. 10th ഈ പറഞ്ഞ കുട്ടിയായിട്ട് തന്നെയാണ് പിന്നെ റിലേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീച്ചറൊക്കെ ഉണ്ട്, ടീച്ചറുണ്ട്. പിന്നെ നമ്മൾ ഈ 1 തൊട്ട് 10 വരെ പഠിക്കുമ്പോൾ അറിയാമല്ലോ, ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ ടീച്ചർമാർക്കൊക്കെ കണ്ണും മുട്ടി അറിയാം ഇവൻ അവളുടെ പുറകെയാണ്, ഒന്നും അറിയില്ലെന്നാ വിചാരം. അപ്പം മറ്റേ ഹ്യൂമിലേഷൻ കോമഡിയാണ്. എനിക്ക് ഇപ്പോഴും ഞങ്ങളുടെ ടീച്ചറായിട്ട് ഭയങ്കര കണക്ഷനാണ്.
സൂപ്പറാണ്. ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചറാണ്. ടീച്ചർ അടിക്കുന്ന ചെറിയ തഗ്ഗൊക്കെ ഉണ്ട്, നമ്മുടെ അണ്ണാക്കിൽ അടിച്ചതിന്റെ തഗ്ഗൊക്കെ. ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ മറ്റു സീനൊക്കെയാണ്. നമ്മളിപ്പോൾ ഇവൻ പറഞ്ഞാൽ പഠിപ്പൊക്കെ മറ്റേ കുത്തനെ പോയി. പാരൻസ് മീറ്റിംഗ് പോയിട്ട് ഒരു ദിവസം പോയിട്ട് ഒരു പ്രിൻസിപ്പൾ എന്നെ ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ട് ഇങ്ങനെ മറ്റേ ഒരു മല പോയിട്ട് ഇടിഞ്ഞു പോയൊക്കെ കാണിച്ചായിരുന്നു. ഞാൻ ഇതൊന്ന് ഗ്രാഫ് വരച്ച് വെച്ചേക്കണമെന്ന് വിചാരിച്ചു. അല്ല തന്റെ പഠനത്തിന്റെ എഡ്യൂക്കേഷൻ സാധനം പോയേക്കണേന്ന്. അതും പറഞ്ഞിരിക്കുന്ന സമയമാണ്. ഒന്നാം ടീച്ചർമാർക്ക് കുരുപൊട്ടിക്കണം. പെൺകുട്ടികൾ എന്ത് ചെയ്താലും പഠിക്കും. അപ്പൊ മറ്റു സീനൊക്കെയാണ്. ഞാൻ എന്തിനും ചോദിച്ചിട്ട് അറിയില്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കും ബെഞ്ചിൽ. അപ്പോൾ ഒരേ ക്ലാസ്സിൽ തന്നെയാണ് ആ കുട്ടി പഠിക്കണമെന്ന് വെച്ചോ. എനിക്കൊക്കെ ഉണ്ടായതാണ്. അവളോട് ചോദിക്കും, അവൾ ഉത്തരവാദിത്തം പറയും, നീ അവളുടെ പുറകെ നടന്നോടാ കണ്ട ക്ലാസ്സിന്റെ ഫ്രണ്ട് ഇരുത്തിട്ട് നീയൊക്കെ അവളുടെ പുറകെ പോവും, അവളൊക്കെ പഠിച്ച് പാസ്സാവും, നീയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ മറ്റേ വേർത്തിട്ടിങ്ങനെ ഇല്ല ടീച്ചർ. അല്ല ഈ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രപ്പോസലിലേക്ക് വന്നിട്ടുണ്ടോ നിങ്ങളിപ്പോ? പ്രപ്പോസ് ചെയ്യാൻ റിലേഷനായി. അപ്പൊ റിലേഷനാണ് അന്ന് മറ്റേ സീനാണ്. റിലേഷൻ നമുക്ക് ക്രിസ്മസ് കാർഡ് കൊടുക്കുന്നു, മറ്റേ വാലന്റൈൻസ് ഡേക്ക് ഡയറി കൊടുക്കും, അതൊക്കെ ഉണ്ട് പരിപാടിയാണ്. അന്ന് വേറെ സംഭവമായിരുന്നു ആർച്ചീസ് എന്ന് പറയണത്. കാർഡ് വയ്ക്കണം. അവിടെ മറ്റേ ഹാർട്ടിന്റെ സാധനങ്ങള് കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ടും ഓരോ റെഡ് കളർ വാച്ച്. അന്ന് റെഡാണ് സാധനം. എന്ത് ലവ് എന്ന് പറയണത് റെഡിലാണ് ഇരിക്കണത്. അതുപോലെ എല്ലാ കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഗിഫ്റ്റ് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിന് അന്ന് അവന്റെ ഫാദറിന് ക്ലോക്കിന്റെ ബിസിനസ്സാണ്, വാച്ചും ക്ലോക്കും. അപ്പൊ ഈ ചൈനയിൽ നിന്നൊക്കെ ഫാൻസി വാച്ചസ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഒരു സമയം ഒരു ക്രിസ്മസ് വാലന്റൈൻസ് ഡേ ആണെന്ന്, വാലന്റൈൻസ് ഡേ ടൈമാണ് ഫെബ്രുവരി. അപ്പോൾ ഇവൻ്റെ ഫാദർ ഒരു പുതിയ ഐറ്റം കൊണ്ടുവന്നേക്കാൻ റിംഗ് ഇല്ലേ, കയ്യിലിടുന്ന റിങ്ങിന് ക്ലോക്ക്. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഷേപ്പ് ക്ലോക്കാണ്. ഹാർട്ട് ഷേപ്പ് അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ക്ലോക്ക് ടൈം. അപ്പോൾ ഇവൻ്റെ ഫാദർ അത് വീട്ടിൽ കൊണ്ട് വെച്ചേക്കാണ് ഷോപ്പിലേക്ക്. ഇവൻ നമ്മുടെ കൂട്ടുകാരനാണല്ലോ, നമ്മുടെ കൂട്ടുകാരൻ അറിയാമല്ലോ. അപ്പോൾ ഇവനിത് വീട്ടിൽ നമുക്ക് കൊണ്ടുവന്നിട്ട് 100 രൂപ വന്നാൽ മതി, സാധനം തരാം. കടയിൽ 500 രൂപയ്ക്ക് വെക്കാൻ പറ്റിയ സാധനമാണ്. നമുക്ക് ലാഭം. നമ്മളന്ന് വീട്ടിൽ നിന്ന് 10 രൂപ 5 രൂപ അടിച്ചു മാറ്റി കൂട്ടി വെക്കണേ. അതാണ് മേടിച്ചു കൊടുക്കണ്ടേ വാലന്റൈൻസ്. ഞാൻ വലിയ കാര്യത്തിൽ കൂട്ടി ഇതൊക്കെ വെച്ചിട്ട് സാധനം മേടിച്ച് വാലന്റൈൻസ് ഡേക്ക് സാധനം അയച്ചുകയും ചെയ്ത് കൊടുത്ത്. മറ്റേ സാധനം യുണീക്ക് കിട്ടില്ല സാധനം, ട്രൂ ലവ്. അത് കഴിഞ്ഞ് വാലന്റൈൻസ് ഡേ അന്ന് ഇവിടെ ഇട്ടിട്ട് വന്നല്ലോ. ഞാൻ സ്കൂൾ ക്ലാസ്സിലോട്ട് വരുന്നു പിറ്റേ ദിവസം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഒരു 5 പെണ്ണുങ്ങളുടെ കയ്യിലാണ്. എല്ലാ സീനിയേഴ്സും ജൂനിയർ ഈവൻ ഇത് എന്നെ എല്ലാവർക്കും കൊണ്ട് വിറ്റിട്ടുണ്ട്. അന്ന് ആ 1ാം ക്ലാസ് 10ാം ക്ലാസ് വരെയുള്ള എല്ലാ കപ്പിൾസും ഈ സെയിം വാച്ച്. നമ്മള് വലിയ ഡയലോഗ് അടിച്ച് വന്നങ്ങനെ ഇത് അവിടെ നിന്ന് മേടിച്ചതാണ്, നിനക്ക് വേണ്ടി ഞാൻ മാത്രം സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നാണ്. പിറ്റേ ദിവസം താൻ എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയല്ലേ. ഞാനല്ല പ്രപ്പോസ് ചെയ്തു, എനിക്ക് വേണ്ടി കൂട്ടുകാരന്മാർ ഈ കുട്ടി മതി എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പോയി പ്രപ്പോസും ചെയ്തു. ഉച്ചയ്ക്ക് ചപ്പാത്തിയും കടലയും കഴിച്ചിട്ട് കൈ കഴുകാൻ പോയ സമയത്ത് ഇവന്മാർ പറഞ്ഞു പൊളിയാ രക്ഷപ്പെട്ടല്ല, വിഷ്ണുവിന് ഇഷ്ടമാണെന്ന് പറയണ്ടല്ലോ എന്ന്. അങ്ങനെ പോയി പറഞ്ഞു. അതുകൊണ്ട് ആ കൊച്ചി രക്ഷപ്പെട്ട പോലെ ഞാൻ ഇഷ്ടപ്പെട്ടോണ്ട് ആ കൊച്ചിരുന്ന് കരച്ചിൽ തുടങ്ങി. ഞാൻ കൈ കഴുകി വരുമ്പോൾ എല്ലാവരും പറയാം, ആ നീ എന്ത് പരിപാടി കാണിച്ചത്, കൊച്ചു കരയണം നോക്കിയും. ഞാൻ പറയാം എന്താണ്. അപ്പോഴാണ് ഇവന്മാർ പറയും, ഇവന്മാർ 4 കൂടി പറഞ്ഞിട്ട് ഇവന്മാർ വിട്ട് ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ എനിക്ക് തന്നെ നമ്മളത് ചെയ്ത് ശരിയല്ലല്ലോ. അപ്പോൾ ചെന്നിട്ട് ഞാൻ അതെ സോറി എന്ന് പറയാൻ പോയി. അതേന്ന് പറഞ്ഞോളൂ. കൊച്ചി ഇങ്ങോട്ട് കലങ്ങിയ കണ്ണുകൊണ്ട് എണീറ്റിട്ടുണ്ടല്ലോ, മേലെ ഈ പരിപാടി കാണിച്ച പ്രിൻസിപ്പൾ പറയുന്നു, അല്ല സോറി വാങ്ങാത്തില്ല, ഞാൻ പ്രിൻസിപ്പൾ കംപ്ലൈൻറ്റ് കൊണ്ട് ആ കൊച്ചിറങ്ങിപ്പോയി. പിന്നെ എന്തോ ഭാഗ്യത്തിന് കംപ്ലൈൻറ്റ് ചെയ്തില്ല. എന്നിട്ട് ഇവന്മാർ എന്നെ ശത്രു നോക്കും വേറൊരുത്തനായിട്ട്. എടാ അവനും ആ പെണ്ണുങ്ങൾ നോക്കുന്നുണ്ട്, അപ്പോൾ അവൻ നിന്റെ ശത്രു അല്ലേ എന്നോട് ചോദിക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശത്രുവാ. എന്നിട്ട് അവനായിട്ട് 5 ദിവസത്തേക്ക് പിടിപ്പിക്കാൻ കൊണ്ട് അവിടെ മുമ്പിൽ വെച്ച് ജയിക്കാനായിട്ട് ഞാൻ നോക്കും. അവൻ സൈസ് ഉള്ളവനാ, അവൻ ജയിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, അവരിപ്പോൾ ഭാര്യയും ഭർത്താവാണ്. അതാണ് ഇതിന്റെ മറ്റൊരു വശം. അന്നേ തൊട്ട് ഒരു പണി തന്നിട്ടുണ്ടല്ലോ, ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അല്ല ഇതില് പണ്ട് നമ്മുടെ കൂട്ടുകാർ ഒരുപാട് സ്വാധീനം ചലിച്ചിരുന്നിരിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യാൻ. എനിക്കോടെ ഇത് തന്നെ ഞങ്ങളുടെ കൂട്ടുകാരിൽ കാണിച്ചിട്ടേ മുട്ട സീൻ ഇപ്പോഴും അവനെ കളിയാക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാളെ അവള് നിനക്കടാ, നീ അവളെ ചെയ്യണം ഈ സാധനം. അപ്പൊ ഒരുത്തരന്ന് നമ്മുടെ കൂട്ടുകാരൻ അവനന്ന് ഗേൾസ് ആയിട്ട് അധികം മിങ്കിൾ ചെയ്യാത്തൊരു ടൈമാണ്. അപ്പൊ ഇതാണെങ്കിൽ ഒതുങ്ങിയൊരു കൊച്ചു. അപ്പൊ നമ്മളിങ്ങനെ മുട്ട് ചെല്ല്. അപ്പൊ ബാക്കി എല്ലാവർക്കും ഓൾമോസ്റ്റ് ആയി, കപ്പിൾസ് ആയി. നമ്മൾ കപ്പിൾസ് ആയിക്കാൻ പിന്നെ എല്ലാരും കപ്പിൾസ് ആക്കാം. ഇങ്ങനെ പറഞ്ഞു നീ ഇങ്ങനെ മൂപ്പിച്ചോണ്ടിരിക്കുക, പറഞ്ഞു മുട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണേ. അപ്പൊ ഇവൾക്ക് അറിഞ്ഞ് ഇങ്ങനെ ഇവനിങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും. കാര്യം ഗേൾസിന്റെ ഇടയിൽ ടോക്കാവുമല്ലോ. കാരണം കപ്പിൾസിലും മറ്റേ ഗേൾസും പറയുമല്ലോ അവനക്ക് ഇങ്ങനെ നോട്ടം കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഫ്രണ്ട്സ് സർക്കിളായി. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ
ഇങ്ങനെ മൂപ്പിച്ചു, നീ ഇപ്പം മുട്ടുന്നത് മുട്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ക്ലാസ്സിൽ ഞങ്ങളുടെ ഒരു വണ്ടൻ ഭിത്തിയുണ്ട്, ഒരു തൂണിലൊരു 3-4 പേർക്ക് ഇങ്ങനെ മറിഞ്ഞിക്കാം. മനസ്സിലായി? അപ്പൊ ഇവനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളിങ്ങനെ ബാക്കിൽ നിൽക്കണം, എന്താ ആരും കാണാത്ത പോലെ. കാര്യം കാണാത്ത പോലെ ഇങ്ങനെ നിൽക്കാം. അപ്പൊ പച്ചാച്ചല്ലാണ് ചെന്നിട്ട് മറ്റേ വടക്ക് നോക്കിയ യന്ത്രം ശ്രീനിവാസൻ മറ്റേ കടന്നു വരുമെന്ന് എന്നിട്ട് എന്തുണ്ട് പെണ്ണ് സുഖം. അപ്പൊ അടുത്ത് അവളുടെ അച്ഛനെ ബേക്കറിയാണ് വീട്ടിൽ. എങ്ങനെയുണ്ട് പപ്സ്, കടയിൽ പപ്സൊക്കെ പോണ്ടോ? ഞങ്ങള് പ്രപ്പോസ് ചെയ്തിട്ട് കടയിൽ പപ്സൊക്കെ പോണ്ടോ? ലിറ്ററലി ഇപ്പൊ ഒരു 10 വർഷം ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇത് പറയും. ഏതെങ്കിലും സഭയില് കൂടുമ്പോ ഇപ്പോഴും പറയടാ കടയിൽ പപ്സൊക്കെ പോട്ടെ, അവള് കല്യാണം കഴിഞ്ഞു. അവനെന്തായാലും നമ്മൾ ഇതിലോട്ട് ഒരു പ്രാവശ്യം പപ്സ് എന്തായാലും പറയും. ടീച്ചർമാരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഇപ്പോൾ +1 +2 ടീച്ചർമാർ ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടോ? ഉണ്ട് തീർച്ചയായും. എനിക്ക് കോളേജിനെക്കാട്ടി കൂടുതലും സ്കൂൾ +1 +2 ടീച്ചേഴ്സായിട്ട് കണക്ഷൻ ഇല്ല ആരുമായിട്ട്. പക്ഷേ എനിക്കും വേറൊന്നല്ല, എനിക്ക് സ്കൂളിലെ ടീച്ചർമാർ അതുപോലെ തന്നെ കോളേജിലെ ടീച്ചർമാരൊക്കെ കണക്ഷൻ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കല്യാണം വിളിച്ചാൽ പോലും സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. അവരായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവർ വിളിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ഞങ്ങൾ ACS എന്ന് പറയുന്ന സ്കൂളിൽ പോയപ്പോൾ തന്നെ ആണെങ്കിലും നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നത്. അപ്പോൾ അവർ വന്ന് വിളിക്കാൻ നേരത്തെ എൻ്റെ മക്കളാണെന്ന് പറഞ്ഞിട്ടുള്ള ഫീലിലാണ് അവർ പറയുന്നത്. അതെന്നൊക്കെ പറയുന്നത് നമുക്ക് അന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി. പക്ഷെ അന്ന് കിട്ടിയ അടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നും നന്നായിക്കണമെന്ന് എനിക്ക് തോന്നണേ കുറേ കാര്യങ്ങളിൽ. നന്നായി പൊതുവെ പറയപ്പെടുന്നു, നന്നായോന്ന് പുറത്ത് വെളിപ്പെടുത്തുന്നില്ല. ഞാൻ ഈ അടുത്ത് ടീച്ചറെ കണ്ടിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞു ടീച്ചറിന് എന്നെ ഓർമ്മ കിട്ടാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു, പേര് പറഞ്ഞു, ക്ലാസ് പറഞ്ഞു, നക്ഷത്രം പറഞ്ഞു. ആരാന്ന് ചോദിച്ചു ടീച്ചർ. ഇന്നത്തെ രൂപം അന്നത്തെ രൂപം വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടൈമിൽ ആ സമയത്താണ് ഏറ്റവും നല്ല തല്ലിപ്പൊളിത്തരങ്ങൾ നടന്നു വെച്ചത്. അപ്പൊ അതുകൊണ്ട് ടീച്ചർമാർക്ക് നല്ല ഓർമ്മയുണ്ട്. ഇന്ന ബാച്ചല്ലേ, പിന്നെ വേറെ കേസ് എന്ന് പറഞ്ഞാൽ രോഹിത്തിന്റെ ബാച്ചല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ട്. രോഹിത്തിന്റെ ബാച്ചല്ലേ പദവിയാണ്. ഇപ്പൊ ആ കാലഘട്ടങ്ങളിൽ ഒരു ഫേവറേറ്റ് ടീച്ചർ അന്നത്തെ ഒരു ആരായിരുന്നു ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളല്ല, എല്ലാവരും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ടീച്ചറായിരുന്നു. അതിപ്പോ റെജി ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടീച്ചറാണ്, ഒരു സോഷ്യൽ സയൻസ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നെ പഠിപ്പിച്ച ഒരു അഞ്ജന ടീച്ചർ, ഇംഗ്ലീഷ് പഠിപ്പിച്ച ഭയങ്കര ട്യൂഷൻ ക്ലാസ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു PT സാറിന് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരാം. കാരണം ഉച്ചയ്ക്ക് മറ്റേ വരാന്തയിൽ കിടന്ന് ഓടി കളിക്കുമ്പോൾ സാധാരണ ടീച്ചർ നമ്മളെ പിടിക്കും തല്ലും, സാറുമാർ പിടിക്കും തല്ലും. പുള്ളി കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളാണ്. പുള്ളി പുറകെ ഓടി അടിക്കും. അതൊരു കാണണ്ട കാഴ്ച. അതായത് ഒരുത്തനെ ഓടിക്കാണ്ട് ഒരുത്തനെ ഓടണ്ടോ, അതിന്റെ പുറകെ സാറ് ഓടും. ആദ്യം ഓടിക്കാനിട്ട് കൊടുക്കും, എന്നിട്ട് മറ്റേ നമ്മൾ ഈ ചില സിനിമയിലെ കാണില്ലേ വില്ലൻ ഇങ്ങനെ ഓടുമ്പോൾ പുറകെ നായകൻ കടന്ന് ഇങ്ങനെ പോണത്, ആ സാധനം സാറടിക്കും. കിട്ടിയില്ലേന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിൽ ചെന്ന് മറ്റവനടിക്കും. ഇത് എനിക്കൊരു പ്രശ്നം കിട്ടിയത്, എല്ലാവരും ഓടി ക്ലാസ്സിൽ കയറും. പുള്ളി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ക്ലാസ്സിൽ കയറും. അപ്പോൾ അതുപോലെ ഞാനും പറഞ്ഞ് ഓടി കളിക്കുകയാണ്, സാറ് വന്നിട്ടെന്ന് ഇൻഫോർമേഷൻ കിട്ടി ഓടി ക്ലാസ്സിൽ കയറി വിളിച്ചിരുന്നു. സാറ് ക്ലാസ്സിൽ വന്നു, സാർ അങ്ങനെ അപ്പം തന്നെ പൊക്കി തന്നെ അവനെ. അപ്പം ഞാൻ ആലോചിച്ചത് എങ്ങനെ മനസ്സിലായെന്ന്. പിന്നെയാണ് കൂട്ടുകാരൻ പറഞ്ഞത്, എടാ ക്ലാസ്സിലെല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്, നീ മാത്രം ഇങ്ങനെ ഇരിക്കണം, ഓടിക്കതച്ചോന്ന്. അപ്പോൾ സാറ് നോക്കുമ്പോൾ 2 അമ്മമാർ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ വന്നോളാൻ പറഞ്ഞു. പൊട്ടിച്ചിട്ട് നമ്മൾ ബട്ടൺസ് ഇട്ടിട്ട് എല്ലാം ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട്, പക്ഷെ ഇരിപ്പ് മാത്രം ഈ സാധനം ഇരിക്കും. അങ്ങനെ ആ സാറിന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ. അത് ഈ മിസ്സിന്റെ കാര്യത്തിൽ നോക്കണ്ടേ, ജെൻഡർ ഇക്വാളിറ്റി ആണ്. മറ്റേത് പെണ്ണുങ്ങളെ അടിക്കില്ലായിരുന്നു. ചിലരൊക്കെ ടീച്ചർ അങ്ങനെയില്ല, 2 പേരെ വരാൻ പോലെ 2 ഒക്കെ അടിക്കും. ഞാൻ ട്യൂഷന് ഒരു സാറുണ്ട്, ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കൂല, ഒറ്റ ചോദ്യം ചോദിക്കൂല, ഒന്നും എന്നെ തല്ലയില്ല. പക്ഷെ പെൺപിള്ളേരെയും ബാക്കിയുള്ള പിള്ളേരൊക്കെ തല്ലും. അതെന്താന്ന് എനിക്ക് അറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല. ഉത്തരം പറയില്ലെന്ന് അറിയണോണ്ടാണോ? 2 കാരണം, ഒന്നെങ്കിൽ അമിതമായ സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ തല്ലിയിട്ട് കാര്യമില്ലെന്നുള്ളതായിരിക്കും. പക്ഷെ അത് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല, ഈ സ്കൂൾ ടൈമിൽ PT സാർ എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞൊരു പേടി സ്വപ്നം തന്നെയായിരുന്നു. PT സാർ വേറെ കേസ് പറഞ്ഞില്ലേ, നമ്മളെ ഇപ്പൊ എന്തെങ്കിലും ക്ലാസ്സിൽ സബ്ജക്ട് എടുത്തിട്ട് പഠിപ്പിച്ചിട്ട് പുറത്ത് നിർത്തണായിരിക്കും. എന്താ പഠിക്കണേ ക്ലാസ്സിൽ ഞാൻ പഠിച്ച സ്കൂളിൽ മറ്റേ പരിപാടി ഉണ്ട്. അതായത് ഓരോ എക്സാം കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റ് എടുത്ത് പുറത്ത് നോക്കിയിടും. ഇത്ര നാണക്കേടുള്ള കാര്യം വേറെ ഇല്ല. നമ്മൾ അടിയിൽ നിന്ന് 2ാമത്തെ 3ാമത്തേക്ക് ആയിരിക്കും. അപ്പോൾ വെറുതെ കോളേജിൽ സ്കൂളിൽ പഠിക്കാത്ത കൊച്ചായാലും അവിടെ പഠിക്കണ കുട്ടികളല്ലാത്ത പാരന്റ്സ് ആയാലും വന്നാലും വെറുതെ നോക്കുമ്പോൾ വിഷ്ണു തോറ്റ്, എന്നെ അറിയില്ല, സ്കൂളും അറിയില്ല, ഒന്നും അറിയില്ല. എന്നാലും നാട്ടുകാർ മൊത്തം കാണാൻ പാകത്തിന് പുറത്ത് റാങ്ക് ലിസ്റ്റ് ഇടും. അത് നോക്കി
നോക്കി തല്ലാൻ ടീച്ചർമാർ വരും. പക്ഷെ പ്രത്യേക എനിക്കൊക്കെ ആചാരങ്ങളാ. എന്താണെന്ന് അറിയോ, എനിക്കൊക്കെ ഞാൻ നോക്കുന്ന എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെക്കാട്ടും കൂടുതലുണ്ടോ കുറവുണ്ടോ അത് ആ കോമ്പറ്റീഷൻ എപ്പോഴും ഗ്യാങ്ങളുടെ ഇടയിലുണ്ടാവും. കോമ്പറ്റീഷൻ പരിപാടി അത് ഞാൻ +2 പാസ്സായപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. +2 റിസൾട്ട് വന്നപ്പോൾ ഞാനാണ് ഏറ്റവും പഠിക്കാത്ത കുട്ടി ക്ലാസ്സിൽ, ഏറ്റവും അലമ്പ്. ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നെ ഫുള്ള് പുറത്താക്കിയേക്കണേ. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പാസ്സാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ആദ്യം നോക്കിയപ്പോൾ 2 സബ്ജക്റ്റ് പോയി, അതിന് അടുത്തവൻ്റെ നോക്കിയപ്പോൾ 3 എണ്ണം പോയി, അടുത്തവൻ്റെ നോക്കിയപ്പോൾ 4 എണ്ണം പോയി. അപ്പോൾ ഉമ്മാർക്ക് ആർക്കും പേടിയില്ല, കാരണം ഞാനുണ്ട് 5 എണ്ണം പൊട്ടാനുള്ള ആൾ, 6 എണ്ണം പൊട്ടാനുള്ള ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം അമ്മമാർക്കൊന്നും പേടിയില്ല, എല്ലാവരും ഹാപ്പിയാണ്. അതിന് എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ പാസ് എന്ന് കാണിച്ച. അപ്പോൾ എല്ലാവരും ചിരിക്കണം തമ്മിൽ പാസ് എന്നടാ. എന്നിട്ട് നേരെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി സിം ഊരിയിട്ട് വീണ്ടും ഇട്ട്, എന്നിട്ട് നോക്കണേ മനസ്സിലായി. അപ്പോഴും വിശ്വസിക്കണില്ല. അതിന് കഫേയിലേക്ക് വിളിച്ചു, കമ്പനിക്കാരൻ കഫേയിലുണ്ടെന്ന്, തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? കഫേയിലേക്ക് വിളിച്ചപ്പോൾ പാസ്സായി. അപ്പോൾ ഉമ്മാരുടെയൊക്കെ മുഖം മാറി, ഇവരുടെ വീട്ടുകാരുടെ മുഖം മാറി, അവരെക്കാട്ടും കൂടുതൽ വീട്ടുകാരുടെ മുഖം മാറി. കാരണം ഒരിക്കലും പാസ്സാവാത്തത് എല്ലാ ലംബിലും ആദ്യം നടക്കണവൻ പാസ്സായി. പക്ഷെ സത്യമായിട്ട് ഞാൻ +1 +2 സാൻസ്ക്രിറ്റാണ് പഠിച്ചത്. പക്ഷെ ഇപ്പോഴും എനിക്ക് സാൻസ്ക്രിറ്റ് എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. പാസ്സാണ് കാര്യത്തിൽ ഈ 10ാം ക്ലാസ് പാസ്സായത് എനിക്ക് എന്താ പറയുക, പാസ്സാവും നമുക്കറിയായിരുന്നു. പക്ഷെ ആ ഒരു റിസൾട്ട് വന്നതും വീട്ടുകാർ നോക്കിയ സിറ്റുവേഷൻ, അതായത് വലിയ പ്രതീക്ഷ, അച്ഛനമ്മയ്ക്കും മാത്രമല്ല മീൻസ് അമ്മായിക്കും അമ്മാവനും എല്ലാവർക്കും വൻ പ്രതീക്ഷ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കമ്പ്യൂട്ടറൊന്നും അധികം ഇല്ലാത്ത കാലമാണ് ആ സമയത്ത്. വീടുകളിൽ നിന്ന് കമ്പ്യൂട്ടറൊക്കെ വളരെ ചുരുക്കമാണ്, അത്യാവശ്യം വലിയ ഹൈഫൈ വീട്ടിലൊക്കെ കമ്പ്യൂട്ടറുള്ളൂ. പക്ഷേ അമ്മായി, അതായത് അമ്മായി എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ പുള്ളിക്കാരി ലാപ്ടോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വിചിത്രമാണോ, ഇതെന്ത് സാധനമാണോ, ഹൈടെക്. അപ്പോൾ ആ സമയത്താണ് 10ാം ക്ലാസ് റിസൾട്ട് തന്നെ. അപ്പോൾ അമ്മായി വീട്ടുകാർക്ക് പറയും, ആരും എവിടെയും പോയി നോക്കണ്ട, ലാപ്ടോപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ, 10 രൂപ മതി, ഇവിടെ നമുക്ക് വീടിൻ്റെ തിന്നെ തന്നെ ഇരുന്ന് റിസൾട്ട് നോക്കാമെന്ന് പറയും. അപ്പോൾ അച്ഛനും നോക്കാം. അച്ഛനിട്ട് റിസൾട്ട് വന്നിട്ട് രാവിലെ ലഡുവൊക്കെ മേടിച്ചു. നേരത്തെ ലഡു മേടിച്ചിട്ട് കവറിലാക്കി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അപ്പോൾ എനിക്കറിയാം ഇത് എവിടം വരെ പോകുന്നതാണ്, റിസൾട്ട് വന്നതിന് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഞാൻ കഫേ പോയി നോക്കിക്കോളാം, എന്തായാലും കൂട്ടുകാരന്മാർ പോകുന്നുണ്ട്, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ മാറിയിരുന്നു. അപ്പോൾ തിണ്ണയിൽ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ വന്നിരുന്നേക്കട്, ഏത് +A കാണിച്ചു കൊടുക്കാനായിട്ട്. എവിടെ +A, 2 A കണ്ടുള്ളൂ, ബാക്കിയൊക്കെ കഷ്ടമാണ്. എന്നിട്ട് ഈ പുള്ളിക്കാർ ലാപ്ടോപ്പിൽ എടുത്തപ്പോൾ പുള്ളിക്കാരുടെ മോന്ത മാറി. പുള്ളിക്കാർക്ക് ആദ്യം വായിച്ചപ്പോൾ കാര്യം മനസ്സിലായി, എല്ലാവരും കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഒരു സന്തോഷം പോയി. ഞങ്ങൾ ലാപ്ടോപ്പിൽ ആദ്യം നോക്കിയല്ലോ എന്നുള്ള ഇത് പോയി. ഏറ്റവും പറ്റും അച്ഛനായിരുന്നു. അച്ഛനെ ലഡു അതേപടി എൻ്റെ കൊണ്ടുപോയിട്ട് തിന്നോന്ന്. അച്ഛൻ കൊണ്ടേ കൊടുക്കാനല്ല പറഞ്ഞില്ല, നീ തിന്നോന്ന് പറഞ്ഞു, അല്ലാണ്ട് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ വീട്ടുകാരൊപ്പം റിസൾട്ട് നോക്കിയിട്ടില്ല. പിന്നെ കഫേ പോയി നല്ല അങ്ങനത്തെ പരിപാടിക്കൊക്കെ റിസൾട്ട് നോക്കി. ഞാൻ പിന്നെ പഠിക്കാനേ പോയില്ല. +10 കഴിഞ്ഞിട്ട് +2 ഡിഗ്രി പോയി, പക്ഷെ കംപ്ലീറ്റ് ചെയ്തില്ല. പക്ഷെ ഡിഗ്രി അല്ല, അപ്പോൾ അത് ഇവിടെ തന്നെ സെയിം കോളേജിൽ തന്നെ, സാൻസ്ക്രിറ്റ് കോളേജ്. കോളേജ് ലൈഫ് എന്താണെന്ന് എൻജോയ് ചെയ്യാൻ പോയതാണ്. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായത് എൻ്റെ +2 ആയിരുന്നു എൻ്റെ കോളേജ് ലൈഫ് എന്ന്. അവിടെ തൊട്ടേ ആലോചിച്ച് പിന്നെ സമയം കളയണ്ടെന്ന് ചോദിച്ചാൽ നേരെ പണിക്ക് പോയി. എനിക്ക് എക്സാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ +2 ഒരു എക്സാം ഇങ്ങനെ മോഡലുണ്ടല്ലോ, മോഡലുണ്ടോ. അപ്പോൾ അതിങ്ങനെ പഠിക്കാത്തതുകൊണ്ട് പോകാണ്ടിരിക്കുക, മടി പിടിച്ചിട്ട് വീട്ടിൽ കിടക്കുക. അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ അത്യാവശ്യം നമ്മുടെ ഉടായ്പിനൊക്കെ അന്ന് കൂടെ നിൽക്കുന്ന ആളാണ്. എന്നാലും അത്ര ഫ്രീഡം ഉണ്ട്, നമ്മൾ പരീക്ഷയ്ക്ക് പാസ്സാവും എന്നുള്ള വിശ്വാസമുണ്ട് ബാക്കി പരിപാടി. അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 10ലൊക്കെ നമ്മൾ വീട്ടിലൊന്നും ഈ പറഞ്ഞ പോലെ പ്രണയം ഉണ്ടെങ്കിൽ പ്രണയം പറയും, ഓപ്പണാണ്. മറ്റേ പരിപാടി ഞാൻ അന്ന് ക്ലാസ്സിൽ കയറിയില്ല, കട്ടിങ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ സിനിമയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ട് വീട്ടിൽ നിന്ന് ചോറ് പതിഞ്ഞു വന്ന ആളമ്മ. കണ്ടിട്ട് 3 മണിയാകുമ്പോൾ വന്നായി. ഞാൻ മറ്റേ ചെയ്ത സിനിമ നമ്മുടെ പൃഥ്വിരാജിൻ്റെയും ജയസൂര്യൻ്റെ ഒരു പടം ഉണ്ടായി, ലോലിപോപ്പാണ്. അതങ്ങാണ്ടാ കാണുന്നത് ഒറ്റയ്ക്ക്. ഞാൻ നോക്കുമ്പോൾ നാട്ടുകാരൊക്കെ മറ്റേ സ്നാക്സ് കഴിക്കുമ്പോൾ ഞാൻ എല്ലാ ചോറൊക്കെ എടുത്ത് നടുക്കിരുന്ന് ചോറ് നിന്നിങ്ങനെ ഒക്കെ വെച്ചേക്കാം. അപ്പം നമുക്ക് അത്ര അത്യാവശ്യം കുറച്ച് ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, വേറെ കാര്യം. അപ്പോൾ ഇത് അമ്മയുടെ പറഞ്ഞിട്ടുണ്ട് പരീക്ഷ ഇതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു സിനിമ സ്റ്റോറി പോലെ ഭയങ്കര കോയിൻസിഡൻസാണ്. ഞങ്ങൾ 10ാം ക്ലാസ് 2 രോഹിത്തുണ്ടായി, 2 രോഹിത്ത്, 5 വിഷ്ണു ഒരു ക്ലാസ്സിൽ. ഒരേ ഇനീഷ്യലുമാണ്. അപ്പോൾ ഞാൻ 10th കഴിഞ്ഞോട് കൂടി ഞാൻ അയ്യപ്പൻകാവിലേക്ക് പോകാൻ +1 +2 അവിടെയാണ് എൻ്റെ പഠനം. ഈ രോഹിത്ത്, ചെറിയ രോഹിത്ത് വലിയ രോഹിത്ത് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വലുത്, അവൻ ചെറുത്. ചെറിയ രോഹിത്ത് അവിടെ തന്നെ ACC തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരിതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇതാണ് ഒരേ കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. അപ്പോൾ എക്സാമൊക്കെ ഏകദേശം ഒരേ ഡേറ്റ് ആണല്ലോ. നമുക്ക് മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ സെയിം ഡേറ്റ് ആണല്ലോ.
ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ആ, ശരി, ശരി. ഒരു ദിവസം തന്നെ ഒരു എക്സാം കൊമേഴ്സിന് ഏത് സബ്ജക്റ്റാണ് അവിടെ തന്നെ വേറെ സ്കൂളുകളൊക്കെ സെയിം നടക്കുക. അപ്പം ഞാൻ പോകാണ്ട് വീട്ടിൽ കിടക്കാം. വീട്ടിൽ കിടക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കോള് തന്നെ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കോള് തന്നെയാണ്. അത് കറക്റ്റ് ഫാദറിൻ്റെ നമ്പറിലോട്ടാണ്. അമ്മയ്ക്കും ബ്രോയ്ക്കും അറിയാം കാര്യം. എനിക്കറിയാം. ഞാൻ എക്സാം എന്തോ 9:30-ക്കാണ്. ഈ കോള് വരുന്നത് 8:45 9 മണിക്കെങ്ങാണ്ടാണ്. 9 മണിക്കെങ്ങാണ്ടായി. അപ്പം ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ ചാടി എഴുന്നേറ്റപ്പോ അപ്പം തെറി നിന്ന് തെറി പറയാ, പരീക്ഷ ഉണ്ടായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് മറ്റേ നിന്ന നിപ്പിൽ തെറി തീരണ സമയം കൊണ്ട് ഇങ്ങനെ വെറുതെ ഊരി പരീക്ഷ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് പല്ലേപ്പൊന്നും നേരെ ഷർട്ട് എടുത്തിട്ട് പാന്റ് വലിച്ചു കയറ്റുന്നത്. എന്നിട്ട് തെറി തീരണ മുമ്പ് നമ്മൾ ഇറങ്ങുക, കൈ കിട്ടുന്ന പേനയൊക്കെ എടുത്ത് ബാഗ് എടുത്ത് എന്താ സീനെന്താ ഇപ്പഴാ അടുത്ത വെള്ളിയാഴ്ച ആ സാധനം തെറി. അപ്പൊ കേക്കണ സമയം കൊണ്ട് നമ്മൾ ഓടി, കാരണം കയ്യിന്ന് പോയല്ല. ഞാൻ വെച്ച് രണ്ടാമത് അടിയിട്ട് വന്നു. ഇപ്പൊ തെറി പറഞ്ഞോണ്ടിരിക്കുക. അപ്പം നേരെ ഓർഡറാണ്. അപ്പം ഞാൻ മറ്റേ ഇതെങ്ങനെ അറിഞ്ഞു ചോദിച്ചാൽ ക്ലാസ് പരീക്ഷ ഉള്ളവരും വേറെ എവിടെ പറഞ്ഞിട്ടില്ല. പുള്ളി അറിയാൻ ഒരു വകുപ്പില്ല. അങ്ങനെയൊന്നും ഇന്റർഫിയർ ചെയ്യില്ലോ സ്റ്റഡീസിന്റെ കാര്യത്തിൽ. പരീക്ഷ പാസ്സായി ഇല്ലോ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഇന്റർഫിയർ ചെയ്തപ്പോ നല്ല രീതിയിൽ തെറിച്ച് അമ്മമാരുടെ വീഡിയോ അല്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സാധനം കൊണ്ട് ഞാൻ ഓടി പരീക്ഷയ്ക്ക് ചെല്ലുന്നു. കറക്റ്റ് ടൈം 9:00 കുളിച്ചൊന്നും നനച്ചില്ല, ഇങ്ങനെ പോയിരിക്കുക പല്ലും കൂടെ തേക്കാണ്ട്. എന്നിട്ട് മറ്റേ എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ പരീക്ഷ എഴുതുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഇപ്പുറത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ ഈ 1 വേർഡ് ആൻസേഴ്സ് ഉണ്ടല്ലോ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ അത് മതി പാസ് മാർക്ക്. ഒരു 14 കണ്ടതുണ്ടോ കറക്റ്റ്, അത് മതി പാസ് മാർക്ക്. അപ്പോൾ ഞാൻ കൃത്യം ഒരു പേജിൽ എൻ്റെ എക്സാം ഞാൻ തീർത്തു. എന്നുവെച്ചാൽ എല്ലാ 1 വേർഡും ഞാൻ ചോദിച്ച് കറക്റ്റായിട്ട് എഴുതിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു കറക്റ്റ് പഠിച്ചിട്ട് എഴുതി. രണ്ടെണ്ണം ഒന്നാണ് അങ്ങനെ എല്ലാം. അപ്പോൾ കറക്റ്റ് ഒരു പേജുള്ളടാ. ഒരു പേജിൽ എൻ്റെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ തൊട്ടിപ്പുറത്തൊരു കൂട്ടാണ്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പോഴും ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. 3D എന്ന് വിളിക്കണം. അപ്പോൾ അവൻ്റെ സ്പെക്സ് ഉണ്ട് അവന്, അതുകൊണ്ട് അവനെ 3D എന്ന് വിളിക്കണം. അപ്പോൾ ഭയങ്കര പവറാണ്. അവൻ ഇങ്ങനെയൊക്കെ നോക്കുള്ളൂ പേപ്പർ. അപ്പോൾ നോക്കുമ്പോൾ ഇവനന്നിപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ച് ഉള്ളവരുടെ അവൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയത്തിൽ വന്നാണല്ലോ. അപ്പോൾ ഇവനിങ്ങനെ എഴുതി ഇവൻ ഒരു 8 പേജ് എഴുതിയേക്കുക. 8 പേജ് എഴുതി കെട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേജും വെച്ചിട്ട് ഞാൻ എഴുതിയിട്ട് ഞാൻ പോയി, പരിപാടിയും കഴിഞ്ഞ് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയാം, അപ്പോൾ പരീക്ഷ പേപ്പർ കിട്ടിയ സമയത്ത് ടീച്ചർ പറയാം തന്നപ്പോൾ ഇവൻ എന്നോട് പറയാനുണ്ട്, ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, പാസ്സാണ് മോനെ, 50 മാർക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ അങ്ങനെ പരീക്ഷ പേപ്പർ കിട്ടിയ സമയത്ത് ടീച്ചർ ഈ പേപ്പർ എഴുതിയാണ് ഞാൻ നോക്കി നിൽക്കുക. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പേപ്പറാണ്. എല്ലാ 1 വേർഡ് ആൻസറും ചോദിച്ച് കറക്റ്റ് പാസ് മാർക്ക് എഴുതിയിട്ട് നിൽക്കാം. ഞാൻ അപ്പത്തേക്കും കൂടെ 8 മാർക്ക് എത്ര പച്ച ചെയ്തിട്ടുണ്ട്, തോറ്റി സൈഡിൽ നിൽക്കുന്നത്. അപ്പൊ അവൻ എൻ്റെ സൈഡിലിരിക്കുക. അപ്പൊ എനിക്ക് അതല്ല ചിരി വന്നത്. സംഭവം നമ്മള് ഇവൻ എന്നിട്ട് ആ പേപ്പർ കിടക്കുക ഇങ്ങനെ, എവിടെ മിസ് മാർക്ക് പോയി. ഇത് പിന്നെ ആഫ്റ്റർ എഫക്റ്റ് നടന്ന കഥ, ഇതല്ല ബാക്ക് സ്ട്രീറ്റ്. അപ്പൊ ഞാൻ പരീക്ഷയ്ക്ക് എഴുതി വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ വേറെ പുകില് കിടന്നോണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അച്ഛൻ അമ്മയുടെ അടുത്തൊക്കെ തെറി പറഞ്ഞോണ്ടിരിക്കുക, മോനെ പഠിപ്പിക്കാൻ പറ്റും എന്താ സംഭവം, കണ്ടിന്യൂറ്റി. അപ്പോൾ ചെന്നപ്പോൾ എന്താ സംഭവം എന്ന് പറയും, ടീച്ചർ വിളിച്ച് പറഞ്ഞേക്കേണ്ട അയ്യോ ഇങ്ങനെയാണ് നിങ്ങളുടെ മോൻ എന്താണ് മാർക്കറ്റിൽ വന്നല്ലോ സ്കൂളിൽ വന്നത്, ക്ലാസ്സിൽ കയറൂല, ഇത് എങ്ങനെ അവൻ വരാറില്ല, ഇതാണ് അലമ്പാണ്, ഈ വർഷത്തെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അപമാനമാണ്, ഇവിടെ നിന്ന് തോറ്റ് ഞങ്ങളുടെ 99% അവനാക്കും, പിന്നെ തെറി പറയാണ്ടിരിക്കുമോ. ആകെ പെട്ട് ആകെ ഇതായിപ്പോയി, എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ള. സംഭവം ശരിക്കും എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിച്ച ഈ ചെറിയ രോഗത്തുണ്ടല്ലോ എൻ്റെ കൂടെ, അവൻ +1 +2 എക്സാം ചെയ്താൽ അന്നത്തെ ദിവസം പോയിട്ടില്ല, സെയിം പോലെ എന്നെ പോലെ. അപ്പോൾ അവൻ ചെല്ലാത്തത് കൊണ്ട് അവൻ്റെ പഴയ 10ാം ക്ലാസ്സിലെ റെക്കോർഡ്സ് എടുത്ത് നോക്കിയിട്ട് വിളിച്ചപ്പോൾ അവൻ്റെ ഫാമിലിയിലേക്ക് വിളിച്ചാണ് അവിടുത്തെ ACS ടീച്ചർമാർ. പക്ഷെ എൻ്റെ പേരാണ് ആദ്യം കിട്ടിയ രോഗത്ത്. അതായത് പക്ഷെ ബ്രോ സ്കൂൾ മാറിയിട്ടുണ്ട്, സ്കൂൾ മാറി ഞാൻ വേറെ സ്കൂളിലാണ് പഠിക്കണ. പക്ഷെ ഇവര് വിളിച്ചത് നേരെ എൻ്റെ വീട്ടിലേക്ക് അവന്റെ പേരും പറഞ്ഞു. ആ ടൈമിങ് ഞാൻ വന്ന് പോവാണ്ട് വീട്ടിൽ കിടപ്പുണ്ട് എൻ്റെ എക്സാം എഴുതാണ്ട്. അവൻ അവിടെ പോയിട്ടില്ല. അവന്റെ റെക്കോർഡ് എടുത്ത് നോക്കിയപ്പോൾ +1 റെക്കോർഡ് ഇല്ല, 10ൽ അവൻ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ റെക്കോർഡ് എടുക്കുന്ന പറഞ്ഞാൽ അവിടെ പോയിട്ട് എടുത്ത് വിളിച്ച് എൻ്റെ ഫോൺ വീട്ടിലോട്ടാ ഞങ്ങൾ പോയി. ഞാനും എൻ്റെ അമ്മയും കൂടി പോയി പറയാൻ കാര്യം പറഞ്ഞിട്ട്
അവിടുത്തെ ടീച്ചറെ കൊണ്ട് തിരിച്ചെന്റെ അച്ഛനെ വിളിപ്പിക്കണം. എനിക്ക് ആ, വീട്ടിൽ അത് കയറണ്ടേ? ശരിയാ. ആ ചെന്ന് പറഞ്ഞ് എന്റെ അമ്മ പറഞ്ഞു ഇതിൽ അമ്മയും അമ്മ പെട്ടിരിക്കാണല്ലേ. ചെന്നിട്ട് എന്റെ പൊന്നു ടീച്ചറെ കുടുംബം കലക്കിയല്ല പരിപാടിയെ കാണിച്ചു, വേഗം വിളിച്ചു പറ. പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് ഞാൻ അമ്മ നിൽക്കുമ്പോ അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ തെറ്റിദ്ധാരണ പറ്റി, ഇങ്ങനെയല്ല വിളിച്ചത്, ഇവിടുത്തെ രോഗത്തിനെയാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് തിരിച്ച് വീട്ടിൽ കയറി ചെന്നത്. അപ്പോഴല്ല ഞാനൊന്ന് പൊക്കിയത്, മനസ്സിലായില്ലേ? ഞാനല്ല. പക്ഷെ അതിന് വേണ്ടിട്ട് പരീക്ഷ എഴുതാനും പോയില്ലേ. ഒരു പേജിൽ എഴുതി പാസ്സാവുകയും. പിന്നെ ഈ സ്കൂളിലേക്ക് പിന്നെ വരുമ്പോൾ ഈ സ്പോർട്സ് ഡേ ഒക്കെയാണ് ഓർമ്മ. അന്ന് പറയുമ്പോൾ ഫുള്ള് എവിടെ വേണമെങ്കിലും ഓടി നടന്ന് സ്കൂളിൽ ഇതുണ്ടാക്കുക. നമ്മുടെയൊക്കെ മെയിൻ ഉദ്ദേശം ക്യാൻറ്റീനാണ്. സ്പോർട്സ് ഡേയിൽ ഓടാനുള്ള ഓടും ചാടാനുള്ള ചാടും, അത് നമ്മൾ പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ സമൂസയും സോസും അതായിരുന്നു അന്നത്തെ സ്പോർട്സ് ഡേ എന്നൊക്കെ പറയുമ്പോൾ. ഓർമ്മ ഇങ്ങനെ സ്പോർട്സിലൊക്കെ അന്നൊക്കെ പങ്കെടുക്കുന്ന ടൈപ്പ് ആയിരുന്നു. ഞാൻ എല്ലാത്തിനും പങ്കെടുക്കും, ഒരെണ്ണത്തിലും ജയിക്കില്ല. ഞാൻ ഒന്നിലും പങ്കെടുക്കാറുണ്ടായില്ല, കാരണം അതിന് ഉള്ള വേറെ പിള്ളേരുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട്. പിന്നെ ഹൗസ് ആയതുകൊണ്ട് പങ്കെടുക്കണ്ടെന്ന് പറയും. നീ ഓടിയാൽ കിട്ടില്ല, ഹൗസിന്റെ പോയിന്റ് പോകുന്ന പറഞ്ഞിട്ട് ഓടണ്ടെന്ന് പറയും. ആ രീതിയായിരുന്നു. പങ്കെടുക്കുന്നവരുണ്ടായി അതിനകത്ത് ഭയങ്കരമായിട്ട്. ചിലപ്പോ ഈ ഷോ കാണിക്കാൻ പറ്റിയ സമയമാണ്. സ്പോർട്സിൽ പങ്കെടുത്തോണ്ട് ഞാൻ മറ്റേ പരിപാടിക്കും എസ് റൈറ്റിങ്ങും ഇതൊക്കെ പോകും. അവിടെയും പ്രത്യേകിച്ചില്ല, പ്രത്യേകിച്ച് കഴിവില്ലാത്ത ആ ഒരു കാര്യം പറയുന്നത് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഓർമ്മയുള്ളത്. ഈ എക്സിബിഷൻസ് ഉണ്ടല്ലോ, സയൻസ് എക്സിബിഷൻ, അത് സ്കൂളിൽ നടത്തണം വെച്ചിട്ട് നമ്മളെ സെലക്ട് ചെയ്തിട്ട് മറ്റേ സ്കൂൾ ലെവലിലേക്ക് പങ്കെടുക്കാൻ വേറെ സ്കൂളിൽ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ മാത്സിൻ്റെ ഇതിൽ എക്സിബിഷന് ചേർന്നു, മാത്സിൻ്റെ ഒരു പരിപാടിക്കായിട്ട്. പൊതുവെ മാത്സിനായിട്ട് ചേരില്ല, കാരണം ഇത് ചെയ്യാനൊന്നുമില്ല, കണക്കും പരിപാടിയാണല്ലോ. അപ്പോൾ ഞാനത് ബുദ്ധി ഉപയോഗിച്ചിട്ട് എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു സൈക്കിൾ ഉണ്ടാക്കാം. സൈക്കിൾ ഉണ്ടാക്കിയിട്ട് ഫുൾ സൈക്കിൾ ഉണ്ടാക്കുക. അതിൻ്റെ ടാൻജൻ എന്ന സാധനമുണ്ട്, സർക്കിളിലേക്ക് ലൈൻ മുട്ടിക്കഴിഞ്ഞാൽ ടാൻജൻ എന്ന് പറയും. അത് കാണിക്കാനായിട്ട് ഞാൻ ഫുൾ സൈക്കിൾ ഉണ്ടാക്കിയിട്ട് ഫ്രീ വേയിലും ഇത് വെച്ചിട്ട് അതറിയാത്ത വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ സൈക്കിൾ ഉണ്ടാക്കേണ്ട ഉദ്ദേശം ചെയിനും ഫ്രീ വീലും കൂടി മുട്ടണം കാണിക്കാൻ വേണ്ടി മാത്രം. അവിടെ സൈക്കിൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വൺ സെറ്റപ്പ് കാണിക്കാനായിട്ട് സ്കൂളിൽ ആദ്യം മോഡൽ ചെയ്യിപ്പിക്കും, എന്നിട്ടാണ് പുറത്ത് സ്കൂളിൽ കൊണ്ടുപോകും. അപ്പോൾ സ്കൂളിൽ ഞാനപ്പോൾ അന്ന് ദിവസം വൈകുന്നേരം ഷോപ്പിങ്ങിന് ഇറങ്ങും. അതായത് PVC പൈപ്പും 2 അളവിൽ PVC പൈപ്പ്, മെറ്റാലിക് പെയിൻറ്റ്, വെൽഡ് ചെയ്യാൻ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് സ്കൂളിൽ ഉണ്ടാക്കിയിട്ട് നടപടിയായില്ല. പക്ഷേ ടീച്ചറിന് ഭയങ്കര വിശ്വാസം. മാത്സ് ടീച്ചർ ഇല്ല ഇവൻ ചെയ്തോളും, ഇത് ഓക്കെയാണ്, ഇതുപോലത്തെ വേറെ ആരും ചെയ്യില്ല, കാരണം ഇത്ര എഫേർട്ട് ഇട്ട് ആരും എക്സിബിഷന് ചെയ്യില്ല. സ്കൂളിൽ കൊണ്ടുപോയി അപ്പോൾ അവിടെ ഒരു 2 മണിക്കൂറിൽ നമ്മൾ സാധനം ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ വേറെ സ്കൂളിൽ ഇപ്പോൾ വേറെ പിള്ളേരൊക്കെ ഉള്ള കോർഡിനേറ്റർ ആയിട്ടേക്കാം. അപ്പോൾ എനിക്കൊരു സ്പേസ് തന്ന്, അപ്പോൾ എനിക്ക് ഈ PVC പൈപ്പ് ഉരുക്കി വളച്ച് ഒട്ടിക്കുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ മെഴുകുതിരി എത്തിക്കും, ഫാൻ ഓൺ ആയിട്ട് ഓഫ് ആവും. അപ്പോൾ ഞാൻ ചെന്നിട്ട് പ്രത്യേകം പെർമിഷൻ, ഫാൻ ഉള്ളതുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് ഓഫ് ചെയ്യണം. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും അവിടെ നിന്ന് ഓഫ് ചെയ്യും. അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടിയാണ് അവരെല്ലാം ചെയ്തത് തന്നെ. എന്നിട്ട് ഞാനവിടെ കിടന്ന് ചെയ്തിട്ട് സൈക്കിൾ തീരണ്ടേ, പണ്ടാര ഫ്രെയിം മാത്രം, ഒരു ത്രികോണ ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഹാൻഡിൽ ഉണ്ടാക്കാൻ പറ്റില്ല, ടയർ ഉണ്ടാക്കാൻ പറ്റില്ല, ചെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല. പെട്ടിട്ടുണ്ടല്ലോ ഞാൻ എങ്ങനെ ഒപ്പിച്ചിട്ട് നേരെ നിർത്തിയാണ് ഈ സാധനം കാണിക്കേണ്ടത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന സൈക്കിളിൽ കിടത്തിയിട്ട് ഒരു ഫ്രെയിമും 2 തെർമോക്കോളും വെട്ടി വെച്ചിട്ട് ഒരു നൂലും ഇട്ടിട്ട് ഇങ്ങനെ നാണം കെട്ടിരിക്കുക. എനിക്കറിയാം കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഈ കോർഡിനേറ്റേഴ്സ് ഒന്ന് നോക്കും, ഇവൻ ഇത്രയും കാണിച്ചിട്ട് എന്താണ് ഉണ്ടാക്കിയെന്ന് അറിയാനായിട്ട്. ഇത്ര പുച്ഛം ഞാൻ ഇതിലായിട്ട് അനുഭവിച്ചല്ല. എല്ലാവരുമായിട്ടും തേങ്ങാക്കൊല ഉണ്ടാക്കി വെച്ചാൽ അവൻ ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നിൽക്കുക. എന്നിട്ട് മറ്റേ ജഡ്ജസ് വരുമല്ലോ, ജഡ്ജസ് ഇതെന്താ, അപ്പോൾ ഞാൻ ഒരു ടാൻജൻറ്റ്, അത് മനസ്സിലായി എന്താ ഉണ്ടാക്കിയേക്കണേ. അല്ല സൈക്കിളല്ലേ, നന്നായിട്ട് പറയും. അപ്പോൾ ഇത് ഞാനും ആ സ്കൂളിലെ പിള്ളേരും ആ ജഡ്ജസ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പരിപാടി കഴിഞ്ഞ് ബസ്സിൽ കയറിയിരിക്കുക, സ്കൂൾ ബസ്സിലാണ് കൊണ്ടാക്കണം. തിരിച്ച് സ്കൂളിലേക്കും ബസ്സിൽ കയറിയിരിക്കും. എല്ലാവരും വന്ന് വയ്ക്കും, എങ്ങനെയുണ്ട് ഇതിൻ്റെ അടിപൊളിയായിരുന്നോ, സ്റ്റെപ്പായിരുന്നോ. വേറെ പല ഡിവിഷനിൽ മത്സരിക്കാൻ പല പിള്ളേരുണ്ട് കോളേജിൽ, സയൻസും സോഷ്യലും അങ്ങനെ. മാത്സിന് ഞാൻ മാത്രമേ ഉള്ളൂ. പോയ എല്ലാ പിള്ളേർക്കും A ഗ്രേഡ് കിട്ടി. അവിടെ ചെയ്തേക്കണം, എനിക്ക് C- കിട്ടിയത്. എനിക്ക് എൻ്റെ കയ്യിലായിരുന്നു ഏറ്റവും വലിയ കവർ, മറ്റേ 2 മീറ്റർ PVC പൈപ്പും ഒരു പാക്കറ്റ് മെഴുകുതിരി, ഫെവിക്വിക്ക്, മെറ്റാലിക് പെയിൻറ്റ്. എൻ്റെ സ്കൂളിൽ മാത്രം ടീച്ചർ എന്നോട് ചോദിച്ചു, നീ എന്തിനാടാ ഇതിൽ ചേർന്നിട്ട് മാത്സിനെ റെപ്രസെൻറ്റ് ചെയ്ത് പോയി, നിനക്ക് വേറെ എന്തൊക്കെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഉണ്ടാക്കാനും പറ്റിയില്ല, തോറ്റും പോയി. ബാക്കി എല്ലാ പിള്ളേരും A ഗ്രേഡ്. ഭയങ്കര അവസ്ഥയായി പോയി. മാത്സ് ഇഷ്ടമാണോ? ഒരു കാലത്ത് ഇഷ്ടമായിരുന്നു, അന്നാണ് ഞാൻ ഈ പരിപാടി കാണിച്ചത്. അതിനുശേഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണോ മാത്സ്? എനിക്ക് മാത്സ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്ന വിഷയമായിരുന്നു 9ാം ക്ലാസ് 10ാം ക്ലാസ്. പക്ഷെ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ മാത്സിന് കുറവ്, ഇവനൊക്കെ കൂടുതൽ. അന്നത്തോടെ ഞാൻ വെറുത്തു. ഞാൻ എക്സിബിഷന് അഗ്നിവ്രതം ഉണ്ടാക്കി കൊണ്ടുപോയി. ആദ്യം പറയാം എന്റെ പക്ഷെ വന്നിട്ട് ഓണത്തപ്പനാണെന്ന് ചോദിച്ചു. സാധനം കളർ ഓണത്തപ്പൻ ഉണ്ടാക്കി വെച്ചേക്കണടാ.
ഞാൻ മറ്റേ സാധനം വേണ്ടി ചില പിള്ളേർ മറ്റേ ഉണ്ടാക്കില്ല ഈ മറ്റേ ഡാമിൽ നിന്ന് വെള്ളം വന്നിട്ട് വൈദ്യുതി വന്ന് പോസ്റ്റ് ഇറക്കാൻ. ഞാനത് ശരിക്കും പ്രാക്ടിക്കലാക്കാൻ നോക്കി. മറ്റേ സൈക്കിൾ പോലെ തന്നെ മറ്റേ ഡൈനാമോ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് തെർമോക്കോൾ 2 ഒട്ടിച്ച് ഇടയിൽ ഗ്യാപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വന്നെങ്കിൽ കാണാൻ പറ്റും. വീട്ടിൽ നിന്ന് സാധനം അടിപൊളിയായിരുന്നു. അവിടെ ചെന്നിട്ടുണ്ടല്ലോ വെള്ളം ഒഴിച്ചതും എക്സിബിഷൻ തന്നെ മാറ്റി വെച്ചു. അമ്മാതിരി വെള്ളം തറയിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എക്സിബിഷനൊക്കെ കാര്യങ്ങൾ വർക്കൗട്ട് ഐഡിയാസ് ഒക്കെ എൻ്റെ അടിപൊളിയായിരുന്നു. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോൾ ഒന്നും നടപടിയായിരുന്നു. അവസ്ഥയായിരുന്നു. ഇപ്പൊ ഇവൻ വരച്ച് ഇപ്പൊ മേടിച്ച പോലെ തന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ സ്കൂളിൽ 5-6 പഠിക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയും. വരയ്ക്കാൻ ABC അറിയില്ല. അപ്പൊ നമുക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോകണമല്ലോ കോമ്പറ്റീഷൻ. ഞാനുണ്ട്, ഞാൻ പേരെടുത്ത് കയറി പോണേ. അപ്പോൾ ചെല്ലുന്നു, സൈഡിൽ കുട്ടികളിരിക്കുന്നു, അവർ മുട്ടം വരാം. അപ്പോൾ എന്തോ ഒരു സീനിക്ക് പറഞ്ഞു കൊടുത്തു, ഇന്ന സാധനമാണ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ ഒരു ഗ്രാമോ അങ്ങനെ എന്തോ ആണ് സംഭവം ചെയ്യേണ്ടത്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുന്നു, ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അപ്പുറത്തേക്കുള്ള വരയുള്ള സൂപ്പർ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടികളാണ് ക്ലാസ് ഉണ്ടായത്. അതുമാരൊക്കെ നന്നായിട്ട് വരയ്ക്കണതാണ്. അപ്പോൾ ഞാൻ ഒരു സൂര്യൻ വരച്ചോ. അപ്പോൾ വിളിക്കുന്ന സൈഡിൽ നിന്ന് സൂര്യൻ വരച്ചു. ഇത് മറ്റേ പരീക്ഷയല്ല, ചോദിച്ചു എഴുതാൻ വരച്ചനാ. തൊട്ടിപ്പുറത്തുനിന്ന് അവളിൽ നിന്ന് തെങ്ങ് വരയ്ക്കും. ഇപ്പുറത്തെ അവളെ കൊണ്ട് തെങ്ങ് കൊല്ല, ഇപ്പുറത്തുള്ള അവളെ കൊണ്ട് കട. 3-4 പേരുടെ കലാസൃഷ്ടിയാണ് എൻ്റെ ഇത് കാണിച്ചു വെച്ചേക്കണത്. എന്നിട്ട് റിസൾട്ട് അത് ഫസ്റ്റ് പ്രൈസ്. ശരിക്കും ബാക്കിയുള്ളവരെ എന്താ പറയും, നല്ല രസമായിട്ട് എല്ലാവരുടെ മുഖം കാണാൻ. ഈ ഇവരുടെ ഫ്രണ്ടിൽ കൂടി ആണല്ലോ ഇങ്ങനെ പ്രൈസ് മേടിക്കാൻ പോണേ. ഞാൻ എല്ലാവരുടെ മുഖത്ത് നോക്കിയാ പോയത്. ഭയങ്കര അല്ലല്ല സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ അതേപോലെ കൊച്ചുകള് നമ്മൾ അന്ന് ചെയ്യണ സമയത്ത് നമ്മളിത് ചെയ്യുമ്പോ അവർക്കൊരു മത്സരബുദ്ധി ഉണ്ടാവും കിട്ടണമെന്നൊക്കെ ഉള്ളത്. അപ്പൊ അവൾമാര് നോക്കുമ്പോ ഞാൻ വരച്ച തെണ്ടി ഓരോരുത്തരുടെ ഞാൻ ചിരിച്ചോണ്ട് അതെ ഞാൻ തന്നെ. സെലിബ്രേഷൻസിലൊക്കെ അന്ന് മറ്റേ ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ അതിലൊക്കെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അന്ന് കളർ ഡ്രസ് ഇടാൻ പറ്റും. കളർ ഡ്രസ്സിൽ തന്നെ വേറെ സംഭവം. അന്ന് മറ്റേ സംഭവം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഒരേപോലത്തെ ഡ്രസ്സ് ഇടൂലേ. ആ സാധനം ഞാൻ +2 പഠിക്കുമ്പോ ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ വേറെ കേസ് എന്ന് പറയണത് ഏറ്റവും അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് പോണത് അതാണ് ഭയങ്കര സംഭവം. ഡ്രസ്സ് എന്ന് പറയണത് ഇവനെക്കാട്ടും കിട്ടുന്ന സാധനങ്ങൾ ഇറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ അടിപൊളിയായിരിക്കണം. പിന്നെ ബ്രാൻഡഡ് ബ്രാൻഡഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. വൈറ്റ് കളർ വാച്ച്, പച്ച കളർ വാച്ച്, പിന്നെ ജോക്കി ഷർട്ട് സത്യം പറഞ്ഞ ഇന്നത്തെ പോലെ ലുക്ക് അല്ലല്ലോ. നമ്മൾ ഇട്ടോണ്ട് പോയതിന്റെ ഇത് ഏത് ബ്രാൻഡാണ് എല്ലാരും ഇത് ഏതാ ബ്രാൻഡ്, ഇത് AGC. അന്നൊരു ACG ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 10 പേരെ ഇട്ടോണ്ട് പോകണം. ഇന്ന് ഇവനെ എടുത്തോണ്ട് പോകും, അടുത്ത സ്കൂളിലവൻ അടുത്ത ദിവസം കൊണ്ടുപോകും. അടുത്ത അമ്പലത്തിൽ പോയി അടിച്ചു മാറ്റണേ. ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ അന്ന് ഈ ചില ഫിലിം ഇറങ്ങുമ്പോൾ അത് ഇൻസ്പയർ ആയിട്ടായിരിക്കും പിന്നെ കുറച്ച് കാലത്തേക്ക്. അതെനിക്ക് ഓർമ്മയുള്ള ഒരു അൻവർ മൂവിയില്ലേ പൃഥ്വിരാജിന്റെ, അതിങ്ങനെ +2 സമയത്ത് അതിൽ മറ്റേ കിഴക്ക് പോക്കും പാട്ടില്ല. ആ സമയത്ത് പൃഥ്വിരാജ് പച്ച ടീഷർട്ട് ഇട്ട് മതിലിൽ ഇങ്ങനെ ചാരിക്കും. അപ്പൊ ഈ കൈത് ഇവിടെ ഇങ്ങനെ ഒരു സാധനം കിട്ടും, ടൈറ്റ് ബനിയൻ, നല്ല ബൈസെപ്സ് ആയിട്ട്. അതിന് ശേഷം പിന്നെ എല്ലാം ഈ മറ്റേ തയ്യൽക്കട കണ്ടോട്ട് ബ്ലൗസ് അടിക്കുന്ന പോലെ ഷർട്ട് അടിച്ചിട്ട് വരും. ഈ ഇതിങ്ങനെ ഇറങ്ങിയിരിക്കും, എന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് ഇങ്ങനെ കിക്കും ഇങ്ങനെ. അപ്പോൾ ഈ സാധനം ടൈറ്റ് ആയിട്ട് മറ്റേ ബ്ലൗസ് ഇല്ലേ എക്സാക്ട് ആ സാധനം. എന്നിട്ട് ഈ സെലിബ്രേഷൻസ് വരുമ്പോൾ സെയിം പോളോ ടീഷർട്ട് മാത്രം കോളേജിൽ സ്കൂളിൽ പച്ച മഞ്ഞ നീല എല്ലാം കൈ ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നിൽക്കുള്ളൂ. അവിടെ അൻവർ, പൃഥ്വിരാജ്, അങ്ങനെ കുറെ സാധനം മിക്ക പിള്ളേർ അടിക്കായിരുന്നു. അന്ന് തന്നെ ആയിരുന്നു ഒരു ഈ ലോലിപ്പോപ്പിലെ കാളത്തിലേക്കുള്ള ബെൽറ്റ്. അതായത് ഫ്രണ്ടിൽ ഇഞ്ചയും ബാക്കിൽ പുറത്തേക്ക് ബെൽറ്റ്. പിന്നെ ഷൂ ഒക്കെ ആണെങ്കിലും ഒരു 10 പേരൊക്കെ പോയിട്ട് പിന്നെ പോയി ആ വഴി പോലെ. പിന്നെ സ്കിന്നിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ സീനാണ്. അതാണ് മറ്റേ അടുപ്പിച്ച് അവസാനം മറ്റേ പ്ലാസ്റ്റിക് കവർ കാലിക്ക് വലിച്ചിട്ടിട്ട് കിടാൻ പറ്റാ സീനായിരുന്നു. ചേട്ടാ ഇതുപോലെ ഇനിയും ഞാനൊക്കെ വീട്ടിൽ തന്നെ തയ്ക്കും. മറ്റേ പെൻസിലിന് സ്കെയിലിന് വരയിട്ടിട്ട് ഒറ്റടി അടിക്കും, 2 അടി അടിക്കും, പിന്നെ സാധനം കാലിന്ന് ഇറങ്ങൂല. ചിലമാരെ കണ്ട നിർത്തി തയ്പ്പിച്ചാന്ന് പറയും. ഞാൻ തന്നെ എന്റെ ഒരു കാലിൽ വലുതും ഒരു കാലിൽ ചെറുതും ആ സാധനം കിട്ടും. പക്ഷെ അന്ന് നോക്കൊന്നുമില്ല, സാധനം ആരോ ആണോ അത്രേ ഉള്ളൂ. അതെ അതെ അതെ. ഈ അതർ കാസ്റ്റ് ആയിട്ടൊരു റിലേഷൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലാട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്നത്തെ പ്രേമ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണല്ലോ. അപ്പോൾ പറഞ്ഞു തന്നപ്പോൾ ഒരു വർഷം കുട്ടി എനിക്ക് പ്രേമലേഖനം കൊണ്ടു തന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ആരും അറിയാണ്ടാണല്ലോ ഈ പരിപാടി നടത്തുന്നത്. പേടിയും കാര്യം കൊണ്ട് ആരും അറിയരുത്. ഞാൻ വലിയ കാര്യത്തിന് ഇത് കൊണ്ട് ഒളിച്ച് വെച്ച് അവിടെ നമ്മുടെ സ്കൂളിൻ്റെ അവിടെ ഒരു സ്ഥലമുണ്ടോ ഒളിച്ചിരിക്കുക ഒറ്റയ്ക്ക് ഒരു ഗ്യാപ്പിൽ വലിയ കാര്യത്തിന് വായിക്കാൻ വേണ്ടി തുറക്കുക. കുട്ടി മറ്റേ ഗ്ലിറ്റർ പെയിനൊക്കെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണ പോലെ
മറ്റേ ആമുഖം ഗ്ലിറ്റർ പേലൊക്കെ വരച്ച് സൈഡിൽ ഹാർട്ടൊക്കെ വരച്ച് ഇത് വെച്ചിട്ടുണ്ട് ഫുൾ അറബി. ഞാൻ വലിയ കാര്യത്തിന് വന്ന് വായിക്കുന്നത് ഇത് അറബിയാണ്. അറബിയാണെന്ന് മനസ്സിലായപ്പാ. പിന്നെ അറബി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അന്ന് മറ്റേ സീനുണ്ട്, നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നവർക്ക് അറബി അറിയാമെങ്കിൽ എടാ എന്റെ പേരൊന്ന് എഴുത്തടാ, മുസ്ലിം ഫ്രണ്ട്സ് നമുക്ക് എടാ ഒന്ന് എഴുത്തടാ ഇങ്ങനെയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ആളായി അന്ന്. അപ്പൊ ആരും അറിയണ്ടാണ്ടിരിക്കാണ്ട് വായിച്ചത്. അവസാനം എൻ്റെ ഒരു കൂട്ടുകാരൻ പിന്നെ വിളിച്ചത് വായിച്ചു തരാൻ പറഞ്ഞത്, അങ്ങ് സ്കൂള് മൊത്തം പാട്ടായി. ഫുൾ അറബിയിൽ എഴുതി വെച്ചേക്കുന്നു. എന്താ എഴുതി? അതാണ് ഞാൻ കാത്തത്. അത് അതെ അതെ. അന്നത്തെ സ്ലാം ബുക്ക് പോലെയായിരുന്നു നിന്റെ പൂങ്കാവനത്തിലെ ബട്ടർഫ്ലൈ ആയിരുന്നു ഞാനൊക്കെ പറഞ്ഞ സ്ലാം ബുക്ക് ഡയലോഗ് ആയിരുന്നു. എന്നെ പഠിച്ചാലും എന്നെ മറക്കരുത്. കൊറേ ഉണ്ടായിരുന്നു സ്ലാം ബുക്ക് എന്ന് പറയുന്ന സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരൊക്കെ എഴുതിയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ബുക്കുകളൊക്കെ എന്റെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ എഴുതിയിട്ട് കൊണ്ടുവരാട്ടാന്ന് പറഞ്ഞു. നോക്കുമ്പോ എന്റെ ആരോ കൊണ്ടുപോയി, അപ്പൊ എനിക്ക് കിട്ടണമല്ലോ പറഞ്ഞ. അപ്പൊ നല്ല നോക്കിയിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, എല്ലാവരും എഴുതിയിട്ടുണ്ടോ, അന്ന് ഞാൻ ലാസ്റ്റ് എഴുതി അതും പോയി. പണ്ടത്തെ കഥകളൊക്കെ പറയുമ്പോ ശരിക്കും അത് മിസ് ചെയ്യും. ഗുഡ് ഓൾഡ് ഡേയ്സ് കൊറേ ഉണ്ട് നമുക്ക് തീരുന്നില്ല. നമുക്ക് ഓരോന്ന് പറയുമ്പോ പറഞ്ഞു പിന്നെ വരുന്നതാണ്. നമുക്ക് എന്തായാലും ഒരു എപ്പിസോഡ് കൂടി മിക്കവാറും പിടിക്കേണ്ടി വരും. തീർച്ചയായും ഒന്നുകൂടി ഇരുന്നാലോചിക്കാണെങ്കിലോ നമ്മൾ ഇത്രയും പേര് ഇനിയും നമ്മുടെ കഥാപാത്രം പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മിസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. പറയാൻ പറ്റാത്ത അതെ അതെ കൊറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ലിമിറ്റഡ് കൊറേയൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ കൊറേ സമയം നമുക്കൊരു ഇതും കൂടിയാണ്. അപ്പോ ഇനിയുള്ള എപ്പിസോഡുകളും നമ്മൾ ഇതുപോലത്തെ ഇനി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആണെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ പഴയ കാലം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കമൻറ്റ് ചെയ്യാം. ആർക്കെങ്കിലും ഇവിടെ ഇതുപോലെ തന്നെ പോഡ്കാസ്റ്റിൽ സംസാരിക്കണം വരണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിലും നമ്മുടെ ഇൻബോക്സിലൊന്ന് നമുക്കൊന്ന് മെസ്സേജ് ചെയ്ത് ഇട്ടാൽ മതി. നമ്മൾ എന്തായാലും ഞങ്ങൾ ഇതുപോലെ തന്നെ ആൾക്കാരെ വിളിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം, ഇഷ്ടമായോ ഇല്ലെങ്കിലുള്ള അഭിപ്രായം പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. ബൈ. Ta-da.